എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവരെ, ഈ വിനീതൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് സംഘടനകൾ ഇവിടെ ഉണ്ടായി. 100 കൊല്ലത്തിന്റെ ചരിത്രം പറയുന്ന യാത്രകൾ കേരളത്തിലുണ്ട്. ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ച് വ്യക്തികളെ പുകഴ്ത്തിയും വാഴ്ത്തിയും ദൈവത്തോളം ഉയർത്തിയും ഇവിടെ ജീവിക്കുന്ന സംഘങ്ങളുണ്ട്. ജനങ്ങളോടൊപ്പം എന്നാണ് പറയുന്നത്. ആണോ നിങ്ങൾ ജനങ്ങളോടൊപ്പമാണോ? എങ്കിൽ ഈ വിനീതൻ നിങ്ങളോട് ചോദിക്കുന്നു, ഉഖ്രിജത്തുൽ ലിന്നാസ് എന്ന മുസ്ലിങ്ങളെ പറ്റി അല്ലാഹ് പറഞ്ഞിട്ട് ജനങ്ങളോട് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, കാസർഗോഡ് ഉള്ളാളത്തെ ദർഗയിൽ നിന്ന് ആരംഭിച്ച് ചടുലമായി യാത്ര തിരിച്ച് വിവിധ ജില്ലകളിലൂടെ കടന്ന് കാസർഗോഡ് പരിസമാപ്തി കുറിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാതെയാണ് കടന്നു പോകുന്നത് എന്ന് ഈ പെരുമ്പാവൂരിന്റെ മണ്ണിൽ നിങ്ങൾക്ക് വേണ്ടി കെട്ടപ്പെട്ട പന്തലാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഇവിടെ വന്ന് പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി ജനങ്ങളെ ദൈവത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. നിങ്ങൾക്കൊരു ദൈവമുണ്ടെന്നും നിങ്ങൾക്ക് ദൈവദൂതന്മാരുണ്ടെന്നും ആ ദൈവദൂതന്മാർ നിങ്ങളെ സംസ്കാരത്തിലേക്കാണ് നയിച്ചത് എന്നും മനുഷ്യൻ എന്ന സൃഷ്ടി സംസ്കാരം ഉൾക്കൊള്ളേണ്ടതുണ്ടെന്നും ആ പ്രവാചകന്മാർ പഠിപ്പിച്ചു എന്ന് പറയേണ്ടതിന് പകരം നിങ്ങൾ നിങ്ങളുടെ മേന്മ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വിവിധ പേരുകൾ പറഞ്ഞു. അതിനുവേണ്ടി നിങ്ങൾ കൂലി കൊടുത്ത് ഇടതും വലതും വായാടികളെ നിലനിർത്തി. ദുഃഖമുണ്ട്, വേദനയുണ്ട്. കേരളത്തിലെ മുസ്ലിം പണ്ഡിത നേതൃത്വത്തോട്, നവോത്ഥാനം അവകാശപ്പെടുന്ന എല്ലാവരോടും ഈ വിനീതൻ ആവശ്യപ്പെടുന്നു. അടുത്ത ഖുർആനിക വചനത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൂറത്ത് അറാഫ് ഖുർആനിലെ 7-ാം അധ്യായമാണ്, 158-ാമത്തെ വചനം. ഈ സന്ദർഭത്തിൽ 2-ാമത്തെ വചനമായി ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കുൽ, പറയണം നബിയെ, നിങ്ങൾ പറയണം നബിയെ. എവിടെ പറയണം? മക്കയിൽ പറയണം, മദീനയിൽ പറയണം, ലോകം കേൾക്കണം. അതെന്താ? ലിതുൻദിറ ഉമ്മുൽ ഖുറാ വമൻ ഹൗല. ഈ കഅബാലയത്തിന്റെ ചുറ്റിൽ ഭൂമിയുടെ കേന്ദ്ര പോയിന്റ് ആയിട്ടുള്ള, സെൻട്രൽ പോയിന്റ് ആയിട്ടുള്ള ഈ ഹറമിന്റെ പരിസരത്ത് നിന്ന് ലോകത്തിന്റെ അക്ഷതിക്കുകൾ കേൾക്കണം നബിയെ. എന്ത് കേൾക്കണം? അങ്ങ് ലോകത്തോട് പറ, അങ്ങ് ഭാരതീയരോട് പറ, അങ്ങ് ലോകത്തിന്റെ ചക്രവർത്തിമാരോട് പറ, അങ്ങ് അവിടെ നമ്മുടെ അന്ന് ഭരിച്ചിരുന്ന കിസ്ര കൈസർ ചക്രവർത്തിമാരോട് പറ, അന്നത്തെ ക്രിസ്തീയ ആരമനകളോട് പറ. എന്തു പറ? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്കെല്ലാം ഉള്ള പ്രവാചകനാണ്. മിമ്മക്കത്ത മുഹമ്മദിൻ ഇലാ കിസ്ര, കിസ്ര ചക്രവർത്തിയിലേക്ക് പ്രവാചകന്റെ കത്തുകൾ. ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്. ഏത് ദൂതൻ? വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം 158-ൽ പറയുന്നത് എന്താണെന്നറിയോ? അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. ആരാണ് ഈ ദൂതൻ? ലോകത്തിന്റെ ദൂതനാണ്, ലോകരിലേക്കുള്ള ദൂതനാണ്. ആ ദൂതനെ തെരഞ്ഞെടുത്തതാരാ? ആ ദൂതനെ അയച്ചതാരാ? ആ ദൂതനെ തെരഞ്ഞെടുത്ത ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, ഒരു ജില്ലയുടെ പിതാവല്ല, ഒരു നഗരത്തിന്റെ പിതാവല്ല, ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയല്ല. അദ്ദേഹത്തെ പ്രവാചകനായി മാനവകുലത്തിന് നിയോഗിച്ചത് ആരാ? അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. 7 ആകാശങ്ങളുടെ ആധിപത്യം, കണ്ണു കാണാത്ത ദൂരത്ത് സീമാതീതമായ 1000-10,000 കോടി നക്ഷത്രങ്ങളുള്ള 10,000 കോടി നക്ഷത്ര കുടുംബങ്ങൾ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അണ്ഡകടാകത്തിന്റെ അധിപനായ ലോകത്തിന്റെ തമ്പുരാനാണ് ആ പ്രവാചകനെ തെരഞ്ഞെടുത്തത്. ഈസാ നബി ഇങ്ങോട്ടയച്ച, ഇബ്രാഹിം നബി ഇങ്ങോട്ടയച്ച, ലോകത്തിലെ സകല പ്രവാചകന്മാരെയും മാനവതയുടെ വിമോചകനായ അയച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ, ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, ജൈനന്റെ, ബൗദ്ധന്റെ, മതമുള്ളവന്റെ, ഇല്ലാത്തവന്റെ, നിരീശ്വരവാദിയുടെ, ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുഘോഷ ജീവിയായ നീലത്തിമിംഗലത്തെ വരെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ ആമസോൺ കാടുകളിൽ ഗർജിക്കുന്ന സിംഹത്തെയും കാനനങ്ങളിൽ ഗർജിക്കുന്ന ചിഹ്നം വിളിക്കുന്ന ആനകളെയും അരുവികൾ ഒഴുകുന്നിടത്ത് കിളകളും പുഴക്കുന്ന ആ കളവൂചനം ഒഴുക്കുന്ന അരുവികളെയും സൃഷ്ടിച്ച പടച്ച തമ്പുരാനാണ് പറയുന്നത്. ബാലാ, മുസ്ലിങ്ങളുടെ കൈകളിലെ ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, അത് നിന്റെ വേദഗ്രന്ഥത്തിൽ പ്രവചിച്ച പ്രവാചകനാണ്. തൗറാത്തിലും ഇഞ്ചീലിലും പേര് പറയപ്പെട്ട പ്രവാചകനാണ്. ലോകത്തിന്റെ നിരക്ഷരനായ പ്രവാചകനാണ്. പൂർവ്വവേദങ്ങൾ പഠിച്ചിട്ടില്ലാത്ത പ്രവാചകനാണ്. ഓമനാ മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല എന്നാണ്. അതെ, ഓമനിക്കാൻ ഒരു പിതാവ് ഉണ്ടായിരുന്നില്ല, ആ പിതാവിനെ കണ്ടിട്ടില്ല, ആ പിതാവിന്റെ കൈകൾ പിടിച്ചങ്ങാടിയിലൂടെ നടക്കാൻ സൗഭാഗ്യം ലഭിച്ചിരുന്നില്ല. 6 കൊല്ലത്തിന്റെ സ്നേഹത്തിൽ പൊലിഞ്ഞുപോയ മാതാവായിരുന്നു ആമിന. നബിക്ക് 6-ാമത്തെ വയസ്സുള്ളപ്പോൾ സ്വന്തം മാതാവും മരിച്ചു പിരിഞ്ഞു. 2 വർഷക്കാലം വല്യാപ്പയുടെ സംരക്ഷണത്തിന് കഴിയാനേ ആ പ്രവാചകന് സന്ദർഭം ഉണ്ടായുള്ളൂ. നബി ജനിക്കുന്നതിന് മുമ്പ് പിതാവും, നബി ജനിച്ചതിന് ശേഷം 6 കൊല്ലം മാതാവും, ശേഷം വല്യാപ്പയും മരിച്ച് സമ്പൂർണമായ അനാഥത്വം പുലർത്തിയ ഒരു മനുഷ്യൻ.
ലോകം നിങ്ങൾ പഠിക്കേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ലോകത്ത് വന്ന വിശ്വാചാര്യന്മാരിൽ the most complete historical personality, the chapter by മുഹമ്മദ് നബിയെ കുറിച്ച് chapter 1 prophet മുഹമ്മദ് എന്ന് മൈക്കിളിൽ ചാട്ട് എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടാകും, ഒരുപക്ഷെ എന്റെ വാക്കുകൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്തുകൊണ്ട് യേശുവിനെ ഞാൻ 3-ാം സ്ഥാനത്ത് തെരഞ്ഞെടുത്തു, എന്തിന് ഞാൻ ഓരോരുത്തരെയും ഓരോ കാറ്റഗറി തിരിച്ചു, എല്ലാ അർത്ഥത്തിലും ഞാൻ ചിന്തിച്ചു. ആത്മീയ നേതാവ് എന്ന നിലയിൽ, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ, സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രനായകൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു പിതാമകൻ എന്ന നിലയിൽ, ഒരു കച്ചവടക്കാരൻ എന്ന നിലയിൽ, യുദ്ധത്തിന് നയിച്ച സൈന്യാധിപൻ എന്ന നിലയിൽ, ലോകത്തിന്റെ ഏത് ലെവലിലും ഞാൻ അദ്ദേഹത്തെ പരിശോധിച്ചപ്പോ എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു യേശുവിന് ഈ സ്ഥാനമില്ലെന്ന്. എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു ഗാന്ധിജിക്ക് ഈ സ്ഥാനമില്ലെന്ന്. എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു അബ്രഹാം ലിങ്കൺ ഈ സ്ഥാനത്തില്ലെന്ന്. എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു ലോകത്ത് ഒരു രംഗത്തും പ്രവർത്തിച്ച ഒരാൾക്കും മുഹമ്മദ് നബിയെ പോലെ ഒരു ബഹുമുഖ പ്രതിഭയാകാൻ, വിശ്വമാനവികതയുടെ കാവലാളാകാൻ ഒരാൾക്കും കഴിയില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്രത്തിൽ ജീവിച്ച ഒരു വിശ്വാചാര്യൻ മുഹമ്മദ് എന്ന് അദ്ദേഹം എഴുതിയത് വെറുതെയല്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു യുക്തിവാദിയെ പോലെയല്ല. SLC പഠിച്ചിട്ട് അത് ഉപകാരമില്ലാതെ പോയ, ഹോമിയോപ്പതി പഠിച്ചിട്ട് അത് ഉപകാരമില്ലാതെ പോയ, ജന്മം നൽകിയ മാതാവും പിതാവും തള്ളിക്കളഞ്ഞിട്ട് പ്രാണപ്രേയസി വിട്ടൊഴിഞ്ഞു പോയിട്ട് ജീവിക്കാൻ സൗഭാഗ്യങ്ങളുടെ എല്ലാം തച്ചുടച്ച, ജീവിതത്തിൽ ലോകത്തിനൊരു കോൺട്രിബ്യൂഷനും നൽകാത്ത, താടിയും മീശയും ഇല്ലാത്ത, ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പോലും യോഗ്യതയില്ലാത്തവരുടെ വിമർശനങ്ങൾക്ക് വരുമ്പോ ഓർക്കണം, ഒരു മുട്ടു സൂചിയുടെ വലുപ്പത്തിൽ ലോകത്തിന് കോൺട്രിബ്യൂഷൻ നൽകാത്ത നിങ്ങളാണോ ഈ ഓരിയിട്ടുകൊണ്ടിരിക്കുന്നത്? പാതിരാ കുറുക്കന്മാരെ, നിങ്ങൾ ഓരിയിടുക, സാർത്ഥവാഹക സംഘം മുന്നോട്ടായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ് ബിഅഫ്വാഹിഹിം വല്ലാഹു യുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. ആകാശത്തിന്റെ ചുവട്ടിലെ ഏതേത് ദർശനങ്ങളെയും അത് താഴോട്ട് തള്ളിയിടും. ഈ ദർശനം മുന്തി നിൽക്കും. ഇതിന്റെ ഉച്ചസ്ഥായിയെ മറികടക്കാൻ ഒരു ദർശനത്തിന് കഴിയില്ല. കാരണം ഇതറിവില്ലാത്ത, ചിന്തയില്ലാത്ത, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിൽ വേണ്ടത്ര പഠനങ്ങളില്ലാത്ത മനുഷ്യരുടെ രചനയല്ല ഇത്. ലോകത്തിന്റെ തമ്പുരാനാണ് അവതരിപ്പിച്ചത്. ലോകത്തിന്റെ തമ്പുരാൻ ഒരു ദൂതനെ അയക്കുകയാണ്. ആ ദൂതന്റെ ദൗത്യം എന്ത്? ആദ്യമായി ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്ന്, ഈ ദൂതൻ മാനവകുലത്തിന്റെ പ്രവാചകനാണ്, ലോകരുടെ പ്രവാചകനാണ്. അതാണ് എന്റെ ഒന്നാമത്തെ പോയിന്റ്. എന്റെ രണ്ടാമത്തെ പോയിന്റ്, ആ ലോകരുടെ പ്രവാചകൻ, ആ പ്രവാചകനെ എന്തേ ഇവിടെ നിർവഹിക്കാനുണ്ടായത്? ഞാൻ നേരത്തെ ഉദ്ധരിച്ച വ്യക്തി ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ നിന്നും തള്ളപ്പെട്ട് ലോകത്തിനൊരു സമ്മാനവും കൊടുക്കാതെ ജീവിച്ച വ്യക്തികളെ പോലെയുള്ളവർ ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ എന്തായിരുന്നു ജോലി? പ്രവാചകന്റെ ദൗത്യം എന്തായിരുന്നു? പ്രവാചകൻ ജോലി ചെയ്തിരുന്നോ? ജോലി ചെയ്ത് ജീവിച്ചിരുന്നോ എന്ന ചോദ്യം വലിയ ഞെളിഞ്ഞിരുന്ന് ഭയങ്കര ഗൗരവമായി ലോകത്തൊരു വിവരവുമില്ലാത്തവനെ മറുഭാഗത്ത് ബോധപൂർവം നിർത്തി വേണമെങ്കിൽ അവന് കാശും കൊടുത്ത് നിന്റെ വിവരക്കേട് വിളമ്പിക്കോ, ഞാൻ വലിയ ബുദ്ധിജിയായി ചമഞ്ഞോളാം എന്ന് അണിയറയിൽ പറയുന്നുണ്ടാവാം. നീ അറിയണം, അനാഥനായ പ്രവാചകൻ ലോകത്തിൽ, ഇനി ഞാൻ പറയുന്ന വാചകം പ്രത്യേകം ശ്രദ്ധിക്കണം, ലോകത്ത്, ഇത് ഞാനല്ല പറയുന്നത്, ഞാനല്ല, ഇന്ത്യ രാജ്യത്തിൽ ലിബറലുകളുടെ മഹാബുദ്ധിജീവി എന്ന് വിളിക്കപ്പെട്ടത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, വിശ്വചരിത്രാവലോകം, 206-ാമത്തെ പേജ്, ഓൾഡ് എഡിഷൻ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലോക ചരിത്രത്തിൽ എനിക്ക് ആ പ്രവാചകനെ പറ്റി ഒന്നേ പറയാനുള്ളൂ. 23 കൊല്ലം കൊണ്ട്, സംഭവകുലമായ 23 കൊല്ലം കൊണ്ട് നിരക്ഷരനായ ഈ പ്രവാചകൻ ആ സമൂഹത്തിൽ ഉണ്ടാക്കിയ അട്ടിമറിയില്ലേ, കോളനിവൽക്കരണത്തിന് വിധേയമാകാത്ത ആ നാട്, കൊളോണിയലിസത്തിന് വിധേയമാകാത്ത ആ നാട്, അറബ് ജനത, മരുഭൂമി മാത്രമുണ്ടായിരുന്ന ജനത, ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടി ജീവിച്ച ഒരു ജനത, ഉശരഹൃദയം പേറി ഉശരഭൂമിയിൽ ജീവിച്ച ഒരു ജനത, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരിവർത്തനത്തിന്റെ ലോക ജേതാക്കന്മാരായി അനുയായികളെ മാറ്റിയത് മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ, മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ, അത്ഭുതങ്ങളുടെ അത്ഭുതമെന്ന് പൊട്ടനായ മനുഷ്യനല്ല വിളിച്ചത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ, ഇന്ത്യ കണ്ടെത്തൽ എന്ന പുസ്തകം എഴുതിയ, ലോകത്തായിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ വായിച്ച, 100 പേജുള്ള ഒരു പുസ്തകം പോലും വായിക്കാത്ത എക്സ് മുസ്ലിമിലെ ഒന്നിനും കൊള്ളരുതാത്തവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് ആയിരക്കണക്കിന് പുസ്തകം എഴുതിയെന്ന് ഞാൻ വെറുതെ പറയുകയല്ല.
വിശ്വചരിത്രവലോകം 9 or 10 തവണ വായിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര പുസ്തകങ്ങളിൽ നിന്നാണ് അദ്ദേഹം നോളജ് സ്വീകരിച്ചത് എന്ന തിരിച്ചറിവ് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ആ നെഹ്റുവാണ് പറയുന്നത്. ഗിബ്ബൺ ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരിൽ ശക്തനായ തൂലികയുടെ ചരിത്രത്തെ അപഗ്രഥിച്ച ഗിബ്ബൺ, അദ്ദേഹത്തിന്റെ റോമൻ നമ്പർ എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ പൂർണ്ണ പേര് ഞാൻ മറന്നുപോയി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, യൂറോപ്പിലെ കുത്തഴിഞ്ഞ ബെർബറുകളുടെ നെറികെട്ട ജീവിത കാലഘട്ടത്തിലാണ്. അടുത്ത വാചകം ഓർക്കണം, ഗിബ്ബന്റെ വാക്കാണ്. അല്ലാതെ ഏതെങ്കിലും മലപ്പുറം ജില്ലയിലെ ഒരു മൂലയിൽ ബാപ്പാനോടും ഉമ്മാനോടും ദേഷ്യം തീർക്കാൻ 18ാമത്തെ വയസ്സിൽ ഇസ്ലാമിക ദർശനം തുടങ്ങിയ ഒരു പൊട്ടന്റെ വാക്കല്ല സുഹൃത്തുക്കളെ, മറിച്ച് ഗിബ്ബന്റെ വാക്കുകൾ കുത്തഴിഞ്ഞ ബെർബറുകളുടെ നെറികെട്ട ജീവിത കാലഘട്ടത്തിലാണ് ഭാഗ്യവശാൽ 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 മുഹമ്മദിന്റെ ജന്മമുണ്ടാകുന്നത്. മുഹമ്മദിന്റെ ജന്മത്തെ ഗിബ്ബൺ കണ്ടത് ഭാഗ്യം എന്ന പട്ടികയിലാണ്, ഹതഭാഗ്യം എന്ന പട്ടികയിലല്ല. ലോകമേ, തോമസ് കാർലയൻ പറയുന്ന വാക്കുണ്ട്, ലോകമേ ഇന്നലകൾ നന്നാകാൻ ആഗ്രഹിച്ചോ, ഇന്ന് നന്നാകാൻ ആഗ്രഹിച്ചോ, ലോകത്തിന് സമാധാനം ഉണ്ടാകാൻ ആഗ്രഹിച്ചോ, ഒറ്റ വഴിയേ ഉള്ളൂ, മുഹമ്മദിന്റെ പാത പിൻപറ്റുക എന്ന് തോമസ് കാർലയൻ പറയുന്നത് ഈ മന്ദബുദ്ധികൾക്ക് മാതൃകയല്ല. ജ്ഞാനത്തിന്റെ കൈലാസം കയറാൻ ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾക്കറിയുമോ പ്രവാചകനെ കുറിച്ച് എഴുതിയ ഡെപ്തുള്ള കോടിക്കണക്കായ പേജിന്റെ ഗ്രന്ഥങ്ങളെ ആകാശത്തിന്റെ ചുവട്ടിലെ ലൈബ്രറികളിൽ ഇന്ന് നമുക്ക് ലഭിക്കും. നമ്മളുടെ വിജ്ഞാന ശാഖകളിൽ കയ്യിലെ മൊബൈലിൽ കുത്തിയെടുത്താൽ കോടിക്കണക്കായ മാനവ ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള പേജുകളുള്ള ഗ്രന്ഥങ്ങളുടെ അകക്കാമ്പുകളിലൂടെ ഊളിയിട്ടിറങ്ങി ഒരു നേതാവിനെ തേടിയലഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയുക മുഹമ്മദ് എന്ന പ്രവാചകനിലാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് പരിചയമുള്ള 100 മഹാന്മാരുടെ ചരിത്രം ഒരു വർഷക്കാലം എടുത്ത് ഇവിടെ നിങ്ങൾ പ്രസംഗിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഓരോ വിഷയത്തെയും മറികടക്കുന്ന പോയിന്റ് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി വിശ്വാചാര്യനാണ് എന്ന് തെളിയിക്കാൻ ഈ വിനീതൻ പോലും റെഡിയാണ്. അതിനെനിക്ക് കൂടുതൽ പഠനം ആവശ്യമില്ല, ഞാൻ നിങ്ങളോടായി പറയുന്നു. അപ്പൊ ഈ പ്രവാചകന്റെ ദൗത്യം എന്താ? ഈ പ്രവാചകൻ 17ാമത്തെ വയസ്സിൽ കച്ചവടത്തിന് പോയാളാ. 17ാമത്തെ വയസ്സിൽ കച്ചവടത്തിന് പോയാളാ. ആ ആളെ കുറിച്ചാ ചോദിക്കണേ, എന്തായിരുന്നു ജോലി? 17ാമത്തെ വയസ്സിൽ മുത്താപ്പയുടെ കൂടെ എത്യോപ്യയിൽ കച്ചവടത്തിന് പോയാളാ പ്രവാചകൻ. പ്രവാചകന്റെ കച്ചവട സാമർഥ്യം കണ്ട് അവിടുത്തെ ക്രിസ്ത്യാനികൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് കേവലം ഒരു മനുഷ്യനല്ല, ഈ മുഖം കണ്ടിട്ട് വരാനിരിക്കുന്ന പ്രവചനത്തിൽ പറഞ്ഞ ആ ആളാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. മാർക്കറ്റിൽ വെച്ച് നബീനെ കണ്ടവരാ പറയുന്നത്. ലോകം തിരിയാത്ത കുണ്ടിലെ തവള പോലെ ജീവിക്കുന്ന ആളുകളോടല്ല ഞാൻ പറയുന്നത്, ലോക ചരിത്രത്തെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും ആടിനെ മേച്ചിട്ടുണ്ട്, ഞാനും ആടിനെ മേച്ചിട്ടുണ്ട്. ഖുറൈശികളിൽ നിന്ന് കൂലി വാങ്ങിക്കൊണ്ട് ഞാനും ആടിനെ മേച്ചിട്ടുണ്ട്. ഖദീജത്തുൽ കുബ്രയുടെ കച്ചവട സംഘത്തെ നയിച്ചിട്ടുണ്ട്. ഖന്തക്ക് യുദ്ധവേളയിൽ അറിയണം നിങ്ങൾ ആ പ്രവാചകൻ ആരാ. ഖന്തക്ക് വേളയിൽ ഒരു വലിയ പാറക്കല്ല് കിടങ്ങു കുഴിക്കുന്ന യുദ്ധം. ആ കിടങ്ങ് തീർക്കുമ്പോ എത്ര ശ്രമിച്ചിട്ടും പിക്കാസ് കൊണ്ട് പാറ പൊട്ടാതെ വന്നപ്പോൾ അവർ നബിയുടെ അടുത്ത് വന്ന് കംപ്ലൈന്റ് പറഞ്ഞു, നബിയേ ആ പാറക്കല്ല് പൊട്ടണില്ല. പ്രവാചക തിരുമേനി ആയുധം വാങ്ങി അരയിൽ 2 കല്ല് വെച്ച് കെട്ടിയിരിക്കും. അതൊന്ന് മുറുക്കി കൊടുത്ത് ആ കുഴിയിലേക്ക് ഇറങ്ങി അതിശക്തമായി പ്രവാചകൻ ആ പാറയിൽ പ്രഹരിച്ചു. നുറുങ്ങിപ്പൊട്ടി ചിതറിയ അഗ്നികൾ പറന്ന് കിസ്ര കൈസർ ചക്രവർത്തി തനിക്ക് കിയോതിങ്ങുന്നത് സ്വപ്നം കണ്ട് ഇതിനപ്പുറത്തുള്ള വിജയത്തെ പ്രവചിച്ചുകൊണ്ടാണ് ആ പ്രവാചകൻ ആ കുഴിയിൽ നിന്ന് കയറിപ്പോകുന്നത്. ആ പ്രവാചകനാണ് അധ്വാനിക്കത്തവൻ എന്ന് വിളിച്ചവർ. നാണമില്ലേ നിങ്ങൾക്ക്? മനുഷ്യരെ തമ്മിൽ തല്ലിച്ചും വൈരമുണ്ടാക്കിയും സ്വതന്ത്ര ഭാരതത്തിലെ ഭരണഘടന, മനുഷ്യർക്ക് മുന്നോട്ട് വെക്കുന്ന ഭരണഘടന ആനുകൂല്യങ്ങളെ തട്ടിത്തെറിപ്പിച്ചും സംഘപരിവാരങ്ങൾക്ക് പാദസേവ ചെയ്യുന്നവൻ, എന്നിട്ട് പണമുണ്ടാക്കുന്നവൻ, അതുകൊണ്ട് എച്ചില് തിന്നുന്നവൻ ചോദിക്കുന്നു, മുഹമ്മദ് നബി എന്ത് ജോലിയാ ചെയ്തിരുന്നത്? അത് നബിയുടെ ഭൗതിക ജോലി. ഇനി നബിയുടെ ആത്മീയ ജോലി എന്തായിരുന്നു? നബിയുടെ ആത്മീയ ജോലി എന്തായിരുന്നു? الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لكم الطيبات ويحرم عليهم الخبائث ويضع عنهم مصرهم والأغلال التي كانت عليهم والذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه. സൂറത്ത് ആറാഫാണ്. സൂറത്ത് ആറാഫാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 158, ഇത് 157ാമത്തെ വചന.
അവൻ എന്ന് പറയുന്നത് അറിയോ? തൗറാത്തിൽ ഈ നബിയുടെ പേരുണ്ട്, ഇഞ്ചീലിലും ഈ നബിയുടെ പേരുണ്ട്. മ്ലേച്ഛാചാരിണ സമുന്നിത മഹാമത് ഇതിക്യാത ശിഷ്യശാഖ സമുന്നിതം ലിംഗഛേദ ശിഖാഹീന കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞ അമുനവന്നൻ എന്ന പ്രവാചകൻ, പാറാൽ പർവ്വതത്തിൽ വരുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ തൗറാത്തിൽ പറയപ്പെട്ട ആളാണ്, ഇഞ്ചീലിൽ പറയപ്പെട്ട ആളാണ്. ഇനി എന്താ അദ്ദേഹം നിരക്ഷരനാണ്? അത്ഭുതമാണത്. കേത്തുമാനൊന്നും അറിയില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ യോഗ്യത. അദ്ദേഹത്തിന്റെ കയ്യിലെ ദൈവീക ഗ്രന്ഥം ആളുകളുടെ വിമർശനത്തിന് അതീതമാകാൻ പടച്ച തമ്പുരാൻ നിരക്ഷരനാക്കി അദ്ദേഹത്തെ. ആ പ്രവാചകന്റെ ദൗത്യം എന്താ? ആ പ്രവാചകൻ എന്തിനാ വന്നത്? അതിന്റെ തൊട്ടുതായ ആയത്ത് കാഫത്തല്ലിന്നാസ്, സകല ജനങ്ങൾക്കും. എന്താ ദൗത്യം? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. പിന്നെന്താ ദൗത്യം? നല്ലതേ തിന്നാവൂ കുടിക്കാവൂ എന്ന് പറയാ, നല്ല വസ്തുക്കളൊക്കെ അനുവദിക്കുക, ചീത്തയായതെന്തും, ചീത്തയായതെന്ന് പറഞ്ഞാൽ ആന്തരിക അവയവങ്ങൾക്ക് പറ്റാത്തത്, ബാഹ്യാവയവങ്ങൾക്ക് പറ്റാത്തത്, ഹാനികരമായത്, വലാ തഖ്തുലൂ അൻഫുസകും, നഫ്സിന് പറ്റാത്തത്. അതേതു പാനീയമാകാം, അതെന്തുമാകാം. ശരീരത്തിന് പറ്റില്ല എന്ന് സയന്റിഫിക്കലി പ്രൂഫ്ഡ് ആണോ? എങ്കിൽ ആ പാനീയം പറ്റില്ല. അത് ചുവപ്പായാലും നീലയായാലും കറുപ്പായാലും, മൂടി തുറക്കുമെന്ന് ഒരഞ്ഞ് പുറത്തോട്ട് വന്നാലും, അതിന് നിങ്ങൾ എന്ത് പേരിട്ടാലും ഞാൻ വിവാദത്തിന് മെനക്കെടുന്നില്ല. പക്ഷേ അല്ല പറയുന്ന ഈ റസൂലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഒരൊറ്റ ഹോസ്പിറ്റലും വേണ്ടി വരില്ല. മുസ്ലിം സമുദായത്തോടെ പറയുന്നത് ഈ ആയത്ത് നടപ്പാക്കിയാൽ ഓരോ ഹോസ്പിറ്റലിന്റെ പ്രസക്തി ഉണ്ടാവില്ല. പരമ്പരാഗതമായി ലഭിക്കുന്ന ജീനിൽ നിന്ന് ജീനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗങ്ങളുണ്ട്. അതിനെപ്പറ്റി അറിയാത്ത പൊട്ടണമെന്നല്ല ഞാൻ, അതല്ല ഈ പറയുന്നത്. ഇന്ന് ആധുനിക ലോകം അനുഭവിക്കുന്ന ഒട്ടുമിക്കതും ഭക്ഷണത്തിൽ നിന്നും പാനീയത്തിൽ നിന്നും അവന്റെ ഉദരത്തിലെത്തുന്നതാണ്. ആരാ ഈ പ്രവാചകൻ? നല്ലതേ കുടിക്കാവൂ, നല്ലതേ തിന്നാവൂ, നല്ല വസ്തുക്കളെ ഉപയോഗിക്കാവൂ, ചീത്തയായതൊന്നും എടുക്കരുത്. അതിലെല്ലാം വന്നു, വിശദീകരിക്കുന്നില്ല. ആ പ്രവാചകൻ നന്മ കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു. ഒരു പോയിന്റ് ചോദിച്ചോട്ടെ, 40 ശേഷമല്ലേ നബിയായത്? ആണോ? ആണ്. 40 വരെ ജീവിച്ചോ? ചരിത്രത്തിന്റെ നിലയിൽ ജീവിച്ചോ? ഈ പെരുമ്പാവൂരങ്ങാടിയിൽ ബാപ്പല്ലാതൊരു മോൻ ജനിച്ചു. 6 വർഷം കഴിഞ്ഞപ്പോൾ ഉമ്മ മരിച്ചു. 8 വയസ്സായപ്പോൾ വല്യാപ്പയും മരിച്ചു. കള്ളും പെണ്ണും ഒക്കെ ഉള്ളൊരു നാട്, എല്ലാ തോന്നിയാസമുള്ള നാട്, എല്ലാ സാഹചര്യവും മോശം. എന്ന് ഞാൻ പറയുന്നത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾ അവരുടെ വീടിന്റെ മുമ്പിൽ വിവിധ നിറത്തിലുള്ള കൊടികൾ നാട്ടിയ കാലം. എന്തിന്? ഞാൻ വേശ്യയാണ്, വന്നോ, റെഡിയാണ്, എൻ്റെ എല്ലാം നിനക്കുള്ളതാണ്. ശരി, 40 വയസ്സ്. നബിയല്ലോ, നബിയല്ല, മുഹമ്മദ് ബിൻ അബ്ദില്ല. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ, കൊടിനാട്ടിയ പെണ്ണിന്റെ വീട്ടിലെ കൊളിക്കണ്ണിട്ട് 40 വയസ്സ് വരെ നോക്കിയോ? കല്യാണം 25-ലായിരുന്നില്ലേ? ഏറ്റവും ചോരതളപ്പുള്ള കാലം. അക്കാലത്ത് ഖുറൈശി ഗോത്രം, അദ്നാൻ ഗോത്രം, അബൂ ഹാഷിം, 20 ഗോത്രങ്ങൾ, അതീവ സുന്ദരികളായ സ്ത്രീകൾ, സൗന്ദര്യം, ആരോഗ്യം, എല്ലാ ബർക്കത്തും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു പെണ്ണിനെ ഒളിക്കണ്ണിട്ട് നോക്കിയതായി ജൂതം പറഞ്ഞിട്ടുണ്ടോ? ക്രിസ്ത്യാനി പറഞ്ഞിട്ടുണ്ടോ? മജൂസി പറഞ്ഞിട്ടുണ്ടോ? ബൗദ്ധ വിശ്വാസി പറഞ്ഞിട്ടുണ്ടോ? 40 വയസ്സ് വരെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു പെണ്ണ് പരാതി പറഞ്ഞോ? മുഹമ്മദ് എന്നെ നോക്കി വരുന്നോന്ന് ചോദിച്ചു? ഇല്ലെങ്കിൽ തലച്ചോറ് പെരിച്ചായി തിന്നാത്തവരെ, മാനവകുലമേ, ജീവിതത്തിന്റെ ചുറുചുറുക്കുള്ള യൗവനത്തിന്റെ ആ 40 വരെ ഒരു പെണ്ണ് കേസ്, ഒരു സ്വർഗരതി, ഒരു ഒളിക്കണ്ണിട്ട് നോക്കൽ, ഒരു തോട്ടത്ത് പോയി പീഡിപ്പിക്കൽ, അതുവരെ ഒരാൾക്കും ഒരു നിലക്കും ആ മനുഷ്യന്റെ വ്യക്തിത്വവുമായി പറയാനില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരോടാണ് പറയുന്നത്. അതായത് ഈ പെരുമ്പാവൂര് ഒരാൾ ജീവിക്കുന്നു, രാഷ്ട്രത്തിലൊന്നും ഇല്ല, അയാൾ 40 വയസ്സ് വരെ അയാളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് ദുനിയാവിലില്ല.
അയാളെ പിന്നീട് പിടിച്ചിട്ട് ഈ നഗരത്തിന്റെ പിതാവാക്കി എന്ന് വിചാരിച്ചോ? 40 വയസ്സ് വരെ ഒരപരാധം ഇല്ലാതെ ജീവിച്ച ഒരാള് മേന്മയേറിയ ഒരു പൊസിഷനിൽ വരുമ്പോ അയാൾ മഹാ ചീപ്പാകുവോ? ആവോ മോനെ? ആവോ? ഞാൻ ഇവിടെ ഇരിക്കുന്ന മുസ്ലിങ്ങളിൽ നബീനെ എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇരിക്കുന്ന യുവാക്കളോടും ചോദിച്ചോട്ടെ, കഞ്ചാവും മയക്കുമരുന്നും ഈ പറഞ്ഞ പെണ്ണും സന്തോഷവും അടിച്ചുപൊളിയും ടൂറും ഒക്കെ 55 കഴിഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു കാര്യമല്ല, ഉറപ്പല്ലേ? ഒരു 18 വയസ്സ് മുതൽ നമ്മളെ കുട്ടികൾ ഗോതയിലുണ്ട്, വേണ്ട ഇന്ന് 10 വയസ്സ് മുതൽ കുട്ടികൾ വൃത്തികേടിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പീക്ക് ടൈമിൽ 40 കൊല്ലം മാത്രമല്ല, അദ്ദേഹം നബിയായപ്പോൾ ഓഫർ കിട്ടിയ ഒരു ഓഫർ എന്താ? എന്തോ ഓഫർ ചിന്തിക്കുക, എന്തോ ഓഫർ? ഈ ഖുറൈശികളിലെ തുട്ടുതുടുത്ത പെണ്ണിനെ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, സൗന്ദര്യം മുറ്റി നിൽക്കുന്ന ഒന്നിനെ, ഏത് പെണ്ണാ വേണ്ടെന്നാ ചോദ്യം. അബൂജാഹിലിന്റെ ചോദ്യം, ഏത് പെണ്ണാ വേണ്ടത്? അബൂജാഹിൽ ആളെ വിടുകയാണ്, ആളെ വിട്ട് ചോദിക്കുകയാണ്, നിനക്ക് പെണ്ണാണോ വേണ്ടത്? തരാം, ഈ ആദർശം ഒന്ന് നിർത്തിയേക്ക്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നേരത്തെ ഇവിടെ 2-3 മനുഷ്യപ്പിശാചുക്കളെ കാണിച്ചല്ലോ, മാനവികക്ക് മുട്ടുസൂചിന്റെ വലുപ്പത്തിൽ ഒന്നും കൊടുക്കാത്ത, വേണ്ട കാവലിരിക്കുന്ന ഒരു പട്ടിയുടെ മൂല്യം പോലും ഇല്ലാത്ത ആ 2 ജന്മങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ കാലയളവിനിടയിൽ ഇങ്ങനത്തെ യാതൊരു ന്യൂനതയില്ലാത്ത ഒരാള് ആത്മീയ ലോകത്തൊരു പ്രവാചകനാകുമ്പോ പിന്നങ്ങ് മോശാവോ? ആവോ? കോമൺ സെൻസ് ഉപയോഗിച്ചാവോ? ഇനി നിങ്ങളൊക്കെ 40 വയസ്സ് വരെ കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, കുട്ടികളുണ്ടായി, ഒരു ന്യൂനതയും നിങ്ങളുടെ ഭാര്യക്കോ ബാക്കിയുള്ളവർക്കോ പറയാൻ പറ്റിയില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് എവിടെയോ ഉള്ള കുറേ ആളുകൾ ആ മനുഷ്യനെ കുറിച്ച് വിലയിരുത്തിയാൽ നിങ്ങൾ പൊറുക്കുവോ? ശരി, ഒരു പിക്ചർ കിട്ടിയോ? 40-ന് മുമ്പുള്ളൊരു പിക്ചർ കിട്ടിയോ? ഇനി 40-ന് മുമ്പ് അവരെന്തേ വിളിച്ചത്? അല്ലമീൻ. അല്ലമീൻ. അതിനെനിക്ക് ഏറ്റവും രസം തോന്നിയേ, നബിയുടെ വല്യാപ്പ നബിയുടെ കല്യാണത്തിന് നിക്കാഹ് ഖുതുബ. നബിയുടെ വലിയ 25 വയസ്സിലാണല്ലോ, അന്ന് പ്രവാചകനല്ല. ഒരു പോയിന്റ് തന്നെയാണത്. അന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഖദീജ ബീവി വലിയ ധനാഢ്യയാണല്ലോ, എൻ്റെ മോനെക്കുറിച്ച്, അതായത് മുഹമ്മദിനെ കുറിച്ച്, സമ്പത്താണോ അതോ എൻ്റെ കയ്യിലില്ല, കുടുംബ മഹിമയോ ആവോളുണ്ട്, പിന്നെ ഒരു ഭാര്യയ്ക്ക് പറ്റിയ ഒരു പുരുഷൻ, അതിനെല്ലാ യോഗ്യതയുണ്ട്, സമ്പത്ത് നീങ്ങിപ്പോകുന്ന നിയലാണ്, ഇന്ന് വരും നാളെ പോവും. പക്ഷെ എൻ്റെ മോന്റെ ക്വാളിറ്റിക്ക് പകരം വെക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നില്ല. ആരാ പറയണത്? നബി പ്രവാചകനായതിനു ശേഷം, മോനെ എൻ്റെ മക്കളെക്കാൾ ഞാൻ നിനക്ക് വില മതിക്കുന്നു, മോനെ ശത്രുവിന്റെ ഒരു കയ്യിലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെ ശത്രുക്കൾ പോലും, അബൂജഹൽ പോലും പറയാൻ, മുഹമ്മദേ നിന്നെ കളവാക്കാൻ ഞാനില്ല. അബൂ സുഫിയാൻ നേഗസ് രാജാവിന്റെ കൊട്ടാരത്ത് പറയുന്നത്, ഇയാള് കള്ളം പറയോ? നേഗസ് ചക്രവർത്തിയുടെ ചോദ്യ, ഇയാള് കള്ളം പറയോ? ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞതായി ഞങ്ങൾക്ക് ഓർമ്മയില്ലെന്ന് പറയുന്നത്, ഈ ലോകത്ത് ഒരു പ്രയോജനവുമില്ലാത്ത, ഇവിടെ സ്ക്രീനിൽ കാണിച്ച ആ സുരജന്മങ്ങളെ അബൂ സുഫിയാനാണ്, നബിയുടെ മുഖ്യ എതിരാളി. ബദർ യുദ്ധം കഴിഞ്ഞ് ഞാൻ എന്റെ തലയിൽ എണ്ണ തേക്കില്ലെന്ന് പറഞ്ഞ, നബിയെ കൊല്ലുമെന്ന് പറഞ്ഞ അഭീകരവാദി പിന്നീട് ഇസ്ലാമായി. അബൂ സുഫിയാൻ ഒരു ന്യൂനത പറയാൻ, എടോ സമകാലികർ, ഗാന്ധിജി ജീവിച്ചപ്പോ ഗാന്ധിജിയോടൊപ്പം ജീവിച്ച ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റോയ്, മൗലാന മുഹമ്മദ് അലി ജവഹർ, മൗലാന അബുൽ കലാം ആസാദ്, അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചവർ, രവീന്ദ്രനാഥ ടാഗോർ, ആത്മാവിനും ആത്മാവെന്ന് വിളിച്ചതും അദ്ദേഹത്തെ തിരിച്ച് ആത്മഗുരു എന്ന് വിളിച്ചതും, രണ്ടുപേരും അത്ര സ്നേഹത്തിലായിരുന്നു. അവർക്കൊന്നുമില്ലാത്ത ആരോപണം ഇന്നത്തെ സംഘി ഗാന്ധിജിയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെവിക്കൊള്ളുവോ? ചിന്തിക്കും. നിങ്ങൾ എങ്ങനെ ചിന്തിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. ഞാൻ തപസ്സിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസം. എന്റെ പ്രവാചകനെ, എന്റെ മാണിക്യ കൊട്ടാരത്തിലെ ചക്രവർത്തിയെ, ചാണിന് ചാണായി മുടത്തിന് മുടമായി ഞാൻ പിൻപറ്റുന്ന എന്റെ ദൂതനെ, എന്റെ 11 മക്കളോടുള്ള പെരുമാറ്റത്തിലും എന്റെ സ്വഭാവത്തെ ചുറ്റപ്പെടുത്തിയ എന്റെ ദൂതനെ, എന്റെ 2 ഭാര്യമാരോട് പെരുമാറുന്നതിൽ പരമാവധി മനുഷ്യത്വം കാത്തു സൂക്ഷിക്കാൻ എന്നെ പഠിപ്പിച്ച എന്റെ ദൂതനെ, അയൽവാസി ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും യുക്തിവാദിയാണെങ്കിലും എന്റെ കിണറിലെ വെള്ളം അവന് നിഷേധിക്കരുതെന്ന് എന്നെ പഠിപ്പിച്ച എന്റെ ദൈവദൂതനെ ഞാൻ എങ്ങനെ തള്ളിക്കളയും? ശരി, നബിയായി, ബാക്കിയുള്ള ഒക്കെ മറന്നോളൂ. പ്രവാചകനായി എന്തായിരുന്നു അദ്ദേഹം ചെയ്തത്? ഒരാശയം കിട്ടി, ആ ആശയം ജനങ്ങളോട് പറഞ്ഞു. എല്ലാരെയും വിളിച്ചു വരുത്തി.
അമ്മായി, കുടുംബം എല്ലാവരും അവരോട് പറഞ്ഞു, ഇതാ ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്. മാത്രമല്ല എന്നെ മാനവകുലത്തിന്റെ ദൂതനാക്കി, അന്തിമ ദൂതനാക്കി. ലോകത്തൊരു നാഥനെ ആരാധിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം നിങ്ങളെ പഠിപ്പിക്കാൻ എന്നെ നിയോഗിച്ചയച്ചു. നരകമുണ്ട്, സ്വർഗമുണ്ട്. ആദ്യമായി എതിർത്തത് എളാപ്പയാണ്. ആദ്യം എതിർത്തത് എളാപ്പയാണ്. തബ്ബല്ലക യാ മുഹമ്മദ് ഉദ്ഘാടനമാണ്. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള 23 കൊല്ലം, ആ 23 കൊല്ലം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. 23 കൊല്ലം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ഒരു ക്ലാരിറ്റി അത് വരാതിരിക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞത് എന്താ? ക്രിസ്ത്യാനികളുടെ നാടാണ് നമ്മുടെ നാട്. ഞാൻ എൻ്റെ സ്റ്റേജിൽ ഒരു പള്ളിയിൽ അച്ഛനുണ്ട് എന്ന് വിചാരിക്കാം, കത്തോലിക്ക സഭയിൽ ഒരു നേതാവുണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനി ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്തേൻ ഉണ്ടെന്ന് വിചാരിക്കാം. അയാൾ അവിടെ മൈക്കിൽ മുഹമ്മദ് നബിയെ ചീത്ത പറയുന്നു എന്നും വിചാരിക്കാം. അവിടെ നിന്നുകൊണ്ട് നബിയെ അനിൽ കൊടിത്തോട്ടത്തെ പോലെ, സെബാസ്റ്റ്യൻ പിണ്ണക്കലിനെ പോലെ, അനിൽ അയ്യപ്പനെ പോലെ പുളിച്ചെത്തറി കോടിക്കണക്കായ മനുഷ്യർ ആദരിക്കുന്ന ഒരു ദൂതനെ വൃത്തികെട്ട പരാമർശം നടത്തി പ്രസംഗിക്കുന്നു എന്ന് വിചാരിക്കുക. അനിൽ കൊടിത്തോട്ടം ഇലാ യൗമിൽ ഖിയാമ വരെ അയാൾ ആ തെറി പറഞ്ഞാലും യേശുവിനെ കുറിച്ച് കമാ എന്ന വൃത്തികേടുള്ള ഒരര വാക്ക് പറയില്ലെന്ന് മാത്രമല്ല, എന്റെ ഹൃദയത്തിൽ ചിന്തിച്ചാൽ പോലും ഞാൻ മുസൽമാനല്ലെന്ന് വിശ്വസിക്കാൻ എന്നെ പഠിപ്പിച്ചത് എന്റെ ദൈവദൂതനാണ്. തീർന്നില്ല. മദീനയിലെ മാർക്കറ്റ് സവിശേഷമായ ഒരു ചരിത്രം പറയുന്നത്. മദീനയിലെ മാർക്കറ്റ് ജൂതനുണ്ട്, മുസ്ലിം ഉണ്ട്. ജൂതൻ മൂസാ നബിയെ പൊക്കിയടിച്ചു, തള്ളിവിട്ടു. മൂസാ നബിയുടെ മാത്ത് എങ്ങനെ പറഞ്ഞു? സ്വാഭാവികമായും കക്ഷിത്വത്തിൽ അഭിരമിക്കുന്ന, വസ്തുതാവിരുദ്ധമായി ചിന്തിക്കുന്ന, യാഥാർത്ഥ്യത്തിന്റെ പരിമളമായ ലോകത്ത്, യശോധവളമായ ലോകത്തിനപ്പുറത്ത് ചിന്തിക്കുന്ന ഏത് വ്യക്തിക്കും സംഭവിക്കാവുന്നത് സംഭവിച്ചു. മുസ്ലിമിന് ദേഷ്യം പിടിച്ചു. മുഹമ്മദ് നബീനെ മാത്തവൽക്കരിക്കാതെ മൂസാ നബിയെ മാത്തവൽക്കരിക്കുക സഹിയാണ്. ഒരൊറ്റടിയോട് കൊടുത്ത് ജൂതന്റെ മുഖത്ത്. ജൂതൻ നേരെ ഓടുന്നത് എങ്ങോട്ടാ? മുഹമ്മദ് നബീൻ്റെ അടുത്തേക്കാണ്. എന്തിനാ? മുഹമ്മദ് നബിയെ ഞാൻ മൂസാ നബിയുടെ മാത്തം പറഞ്ഞു, നിങ്ങളുടെ അനുയായി നിങ്ങളുടെ മാത്തം അറിയാത്തതിന്റെ പേരിൽ എന്റെ മുഖത്തടിച്ചു. ശരിക്കും ചിന്തിച്ചോളണം, സ്ത്രീകളെ ശരിക്കും പഠിച്ചോളണം. ശരി, എന്തായിരിക്കും ഉണ്ടാവുക? ഇന്നത്തെ ഒരു കാലത്താണ് എന്താ ഉണ്ടാവുക? അതിനാ മൂസാ നബി എന്നല്ല മഹാന് മുഹമ്മദ് ചെയ്ത വൃത്തികേട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതായിരിക്കും ഒരു പള്ളിയിൽ അച്ഛൻ ചോദിക്കുക. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു കൊടുത്തു, മേലിൽ മൂസാ നബിയെയും എന്നെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആരാണ് ഏറ്റക്കുറവുള്ളവർ, മഹത്വമുള്ളവർ എന്ന ചർച്ച നിങ്ങൾ ഒരിക്കലും നടത്തരുത്. എനിക്കറിയില്ല ഞാനാണോ മൂസയാണോ എനിക്കറിയില്ല. മരണാനന്തര ജീവിതത്തിൽ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ മൂസാ അലൈഹി ഇസ്ലാമിനെ ഞാൻ അർശിന്റെ തൊട്ടടുത്ത് കണ്ടു. അതുകൊണ്ട് എന്നെയും അവരെയും ലാ നുഫർരിഖ് ബൈന അഹദിൻ മിർ റുസുൽ, ഒരു നബിമാർക്കിടയിലും നിങ്ങൾ ഭിന്നത കൽപ്പിക്കരുത്, അതിന്റെ പേരിൽ തമ്മിൽ തല്ലരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഈ നേതാവിനെ നിങ്ങൾ എങ്ങനെ റീഡ് ചെയ്യുന്നു എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ബൈബിളിലെ മറിയം ബീവിയേക്കാൾ ഉദാത്തമായ മറിയം വിശുദ്ധ ഖുർആനിലെ 34 സ്ഥലത്ത് പരാമർശിക്കപ്പെട്ട മറിയം 19-ാം അധ്യായം 3-ാം അധ്യായം 41-ാമത്തെ വചനം 42-ാമത്തെ വചനം, ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോക സ്ത്രീകളിൽ, അക്കാലഘട്ടത്തിൽ ജീവിച്ച ലോക സ്ത്രീകളിൽ ഏറ്റവും സമുന്നതമായ സ്ഥാനം മറിയമിനുണ്ടെന്ന് ഓതിക്കൊടുക്കുകയും പഠിപ്പിക്കുകയും മഹത്വവൽക്കരിക്കുകയും 66-ാം അധ്യായത്തിലെ 12-ലൂടെ മുഖ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച പരിഭാവനത്വമുള്ള ദൈവത്തിന്റെ അടിമയായ സ്ത്രീ എന്ന് പഠിപ്പിക്കുക വഴി ജൂതന്റെ വൃത്തികെട്ട ആരോപണത്തിന് മറുപടി കൊടുക്കുകയായിരുന്നു പ്രവാചകൻ. വിശുദ്ധ ഖുർആൻ ഓർക്കണം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോ പറയും നാം അലൈഹിസ്സലാത്തു വസ്സലാം.
മൂസാ നബിയുടെ പേര് കേൾക്കുമ്പോ പറയും നാം അലൈഹിസ്സലാത്തു വസ്സലാം പറയും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോ നമ്മൾ പറയും. നമ്മുടെ അവസ്ഥ എന്താണ്? ഈസാ നബിയെ കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന്. ശരി, മുഹമ്മദ് നബിയെ കുറിച്ച് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുമോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു പ്രബല മുസ്ലിം സമൂഹത്തിൽ വെച്ച് മുഹമ്മദ് നബിയെ ആദരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയോട് നമുക്ക് ദേഷ്യമാണ് ഉണ്ടാവുക, ഇഷ്ടമാണ് ഉണ്ടാവുക? പറ, ഇഷ്ടമാണ് ഉണ്ടാവുക, ദേഷ്യമാണ് ഉണ്ടാവുക? ഇഷ്ടം ഉണ്ടാവുക. ലോകത്തിൽ എത്ര തന്നെ ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബിയെ തരം താഴ്ത്തിയാലും ഈസാ നബിയെ തരം താഴ്ത്താത്ത ഒരു മനസ്സ് നമുക്ക് ആര് നൽകി? ഈ ദൂതൻ നൽകി. പറ, ഈ ദൂതനെ എങ്ങനെ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയും? ഒരു കാര്യം, ചെറിയൊരു കാര്യം, ഇതൊരു വലിയ പ്രോഗ്രാമാണ്. ഞാൻ പാരിസിനോട് ഇങ്ങനെ പറയും, ദാ ഞാൻ നന്നായിട്ട് ഒരുങ്ങുന്നുണ്ട് കേട്ടോ, എൻ്റെ കഴിവിൻ്റെ മാക്സിമം നിങ്ങൾ ഒരുങ്ങണം, നോൺ മുസ്ലിമീങ്ങളോടൊക്കെ പറയണം. നാളെ അവർ നമുക്കെതിരെ പരലോകത്ത് പരാതി പറയരുത്. പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് സത്യം. കാണുന്നവരോടും കേൾക്കുന്നവരോടും ഒക്കെ അത്ര കുറ്റബോധമുണ്ട് എനിക്ക്. ഞാൻ എല്ലാവരോടും പറയണം, ഇത് ലോകം കേൾക്കണം. അപ്പോൾ വലിയൊരു പ്രോഗ്രാമായിപ്പോൾ ലോകം കാണുന്നു, മലയാളികൾ കാണുന്നു. നാളെ ഇത് റെക്കോർഡാണ്, ഇത് ലോകത്തിന് കിട്ടും, എത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് വരും. വലിയ പ്രോഗ്രാം ആയതുകൊണ്ട് സാമ്പത്തികം നല്ല പ്രയാസമുണ്ട് നമുക്കറിയാം. ഒരു മഹാസെൻറ്ററിൻ്റെ ഇസ്ലാമിക ദൈവത്തിൻ്റെ ആസ്ഥാനമായി തീരുന്ന, ഹിഫ്ളിൻ്റെ ആസ്ഥാനമായി തീരുന്ന, മദ്രസാ വിദ്യാഭ്യാസത്തിൻ്റെ ആസ്ഥാനമായി തീരുന്ന, ദൈവത്തിൻ്റെ ആസ്ഥാനമായി തീരുന്ന, ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ആസ്ഥാനമായി തീരുന്ന, എല്ലാ വൃത്തികൾക്കെതിരെയും ശബ്ദിക്കുന്ന ആസ്ഥാനമായി തീരുന്ന നമ്മുടെ സെൻറ്റർ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പണം വേണം, അതൊരു ഭാഗത്ത്. ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടൊരു സംഖ്യ ഭാഗത്ത്. അപ്പോൾ എല്ലാവരും ബോക്സ് വരുമ്പോൾ മനസ്സറിഞ്ഞ് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽഖാളിമീനൽ ഗൈദ് الذين يتلون كتاب الله واقاموا الصلاه وانفقوا مما رزقناهم سرا وعلانيه وما تنفقوا من خير فلانفسكم وما تنفقون الا ابتغاء وجه ربي. 2-ാം അധ്യായം 272-ാമത്തെ വചനം, 35-ാം അധ്യായം 29-ാമത്തെ വചനം, 3-ാം അധ്യായം 133-ാമത്തെ വചനം, 34-ാമത്തെ വചനം. എന്ത് നിങ്ങൾ കൊടുത്താലും നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു നിലപാട് രൂപപ്പെടുത്തി തന്നു. ഞാൻ എൻ്റെ സഹപ്രബോധകനോട് പറഞ്ഞൊരു വാക്ക് അവനെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു കാര്യം. നമ്മൾ ശ്രീരാമനെ ചീത്ത പറയാറുണ്ടോ? ഉണ്ടോ? ശ്രീരാമനെ നമ്മൾ ചീത്ത പറയാറുണ്ടോ? ശ്രീകൃഷ്ണൻ 16,000 കല്യാണം കഴിച്ചു എന്ന് അവർ തന്നെ പറയുന്നത്. അതിൻ്റെ പേരിൽ ഒരിക്കൽ പോലും നമ്മൾ ഇന്ന് എഴുതിയിട്ടുണ്ടോ? 1,20,000-ലധികം കുട്ടികളുള്ള ആളായിരുന്നു ശ്രീകൃഷ്ണൻ. അവരുടെ ഗ്രന്ഥങ്ങൾ പറയുന്നു. അത് വെച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അലക്കി പൊളിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ആളുകൾ ഇത് ഉൾക്കൊള്ളുന്നില്ല? ഇന്ന് എക്സ് മുസ്ലിമും ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ മിഷണറിമാരും കാസയും ഒക്കെ ചെയ്യുന്ന പണി മുസ്ലിങ്ങൾ ചെയ്യാറേയില്ല. അതാണ് അവരുടെ പ്രത്യേകത. കാരണം അവർക്ക് പാടില്ല. കാരണം ഈ ദൂതന്മാരെല്ലാം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൂതന്മാരാണ്. അതുകൊണ്ട് ഇത് ഉണ്ടാവില്ല. ഇനി ഞാൻ പറയുന്നത് പ്രവാചകൻ എന്ന പ്രബോധകൻ എൻ്റെ അടുത്ത വിഷയമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? കുൽ ഹാദിഹി സബീലി അദു ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. നോക്കൂ, 12-ാം അധ്യായം 108-ാമത്തെ വചനം. അതിൽ പറയുന്നത് എന്തറിയോ? ഇതാകുന്നു എൻ്റെ മാർഗം. എൻ്റെ മാർഗം അദു ഇലല്ലാഹ്, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ദൈവത്തിലേക്കാണ്. ഇത് പറയുമ്പോൾ ഹൃദയത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു പോരിന് പറയാം. ശരിക്കും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരുന്നു, സഹാബികളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു ഭവ്യതയോടെ. നാടുവായി തമ്പുരാക്കന്മാർ വരുന്ന പോലെ, അന്ന് താഴ്ന്ന ജാതിക്കാർ നിൽക്കുന്ന പോലെ വിനയപുരസരം അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നപ്പോ ആ തിരുദൂതർ പറയാൻ, സിഡൗൺ സിഡൗൺ, നിങ്ങൾ എന്നെ ലാ തത്റൂനി അമാ തറത്തുൻ നസാറ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസയെ ക്രൈസ്തവർ ഓവറായി ആദരിച്ച പോലെ നിങ്ങൾ എന്നെ ആദരിക്കരുത്. കടക്ക് കത്തിവെച്ചു. ദിവ്യത്വത്തിന്റെ മനുഷ്യ ദൈവത്വത്തിലേക്കുള്ള ഉയർച്ചയുടെ കേരള യാത്രയിൽ നടക്കുന്നത് അതാ. ബിൽഡപ്പ് ചെയ്യുന്നത് ഇത് തന്നെയാണ് അല്ലാഹ് എന്ന് തീർക്കാനാണ്. എനിക്ക് അശേഷം സന്ദേഹമില്ല. ഞാനത് ചാണിന് ചാണായി കേൾക്കുന്ന ഒരാളാണ്. ഓരോ പോയിന്റും പടച്ചവനും അതിന്റെ മേലെയും. അതുകൊണ്ടാണ് മുരീദായവൻ എന്ന് പ്രസംഗിച്ചത് അദ്ദേഹത്തോട് ചോദിച്ചിട്ടല്ലാതെ അല്ലാഹു തആല ഇനി ഒന്നും ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് പ്രസംഗിച്ച അതുകൊണ്ടാണ്. നേരെ മറിച്ച് മുഹമ്മദ് നബി സിറ്റ് ഡൗൺ,
ഇരിക്കവിടെ. എന്നിട്ട് പറയുന്ന ഒരു വാചകണ്ട്, ഖുലു, നിങ്ങൾ പറയണം, അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാ, വ റസൂലു, രണ്ടാമതാ റസൂൽ, ഞാൻ റസൂലാ, ഞാൻ അടിമയാണ്. അത്രയൊക്കെ മതി. അങ്ങനെ പറയാൻ ലോകത്ത് മുഹമ്മദ് നബിക്കല്ലാതെ ആർക്ക് സാധിച്ചു? തീർന്നില്ല. ഒരു സ്ത്രീ ഇങ്ങനെ വിറച്ചുകൊണ്ടിരുന്ന നബീനെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരി, ഞാൻ ആമിന ബീവിയുടെ മകനും ഉണക്കറൊട്ടി തിന്നുന്നവനും അല്ലാഹുവിന്റെ അടിമയും അവന്റെ ദൂതനുമല്ലാതെ മറ്റൊന്നുമല്ല. പോയിന്റ് 2, ഒട്ടകപ്പുറത്ത് നിന്ന് ഇതുപോലെ ഒരു തൂവാല താഴെ വീഴുന്നു. ഇബ്നു അബ്ബാസ് കുനിയുന്നു. അരുതേ അബ്ബാസ്, അരുത്. ആ ടവൽ നിന്റെതാണോ? അല്ല നബിയെ, അത് ആരുടേതാ? അത് നിങ്ങളുടേതാണ്. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിന്റെ. മുഹമ്മദിനറിയാം ആ മുണ്ട് താഴെ ഇറങ്ങിയെടുക്കാൻ. പറയൂ, ഇങ്ങനൊരു നേതാവിനെ ലോകം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? തീർന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതം എന്താ അറിയോ? 17 അധ്യായം, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. ഉപയോഗിച്ച പദം എന്താ? 7 ആകാശവും കടന്ന് കാബ ഖൗസൈൻ ഔ അദ്നാ എന്ന് പറയണേ ആ ബില്ലും ഞാനും പോലെ അല്ലാഹുമായി അത്ര അടുത്ത, അത്ര വലിയ യാത്ര നടത്തിയ ആ യാത്രയെ പറ്റി പറയുമ്പോൾ പോലും നബിയെ പൊക്കി അടിക്കുകയല്ല അല്ലാഹ് ചെയ്യുന്നത്. സുബ്ഹാനല്ലദീ, അല്ലാഹ് എത്ര പരിശുദ്ധൻ, ഇത് അടിമയാട്ടോ. നമ്മളെന്താ ചെയ്യണ്? കണ്ണൂർ ജില്ലയിൽ വന്നപ്പോ പൊക്കിയടിക്കണ്, വയനാട്ടിൽ ചെന്നപ്പോ പൊക്കിയടിക്കണ്, ഇവിടെ വന്ന എന്തൊക്കെയോ. എന്നാൽ ലോകത്തൊരു യോഗ്യതയില്ലാത്ത വ്യക്തികളെ ലോകത്തെല്ലാ യോഗ്യതയുള്ളവരാക്കി പൊക്കിയടിക്കുക. മുഹമ്മദ് നബിയെ അല്ലാഹ് പറയുന്നത് എന്താണ്? എന്റെ അടിമയാണ്. 7 ആകാശമൊക്കെ പോയി റെഡിയാ. വേറെ ആരെയും ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പരിശുദ്ധനാ, അല്ലാഹ് കൊണ്ടുപോയത്. മുഹമ്മദ് നബിയോ അതിന് വിധേയമാവുക മാത്രം. എന്റെ അടിമയാ. അത് ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു വലിയ തത്വമുണ്ട്. മുഹമ്മദ് നബിയെ ദൈവത്വത്തിന്റെ എന്തെങ്കിലും ഒരു അംശത്തിലേക്ക് ഈ ജനത ഉയർത്തരുത്. തീർന്നില്ല. 18 അധ്യായോ, അത്ഭുതങ്ങളുടെ കലവറയായ ഈ ഖുർആനില്ലേ, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, എന്റെ അടിമ മുഹമ്മദ് അദ്ദേഹത്തിന് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥം ഞാനേ ഇറക്കിയത്. അതിന്റെ കണ്ടന്റ് മുഹമ്മദിൻ്റെതല്ല, അതിന്റെ നിരക്ഷരനായ പ്രവാചകനാണ്. അത്ഭുതമാണ്. 18 അധ്യായം 1, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, എന്റെ അടിമക്ക് ഞാൻ ഇറക്കിക്കൊടുത്ത. എന്തിനത് പറയുന്നത്? ഖുർആനിൽ മുഹമ്മദ് നബിക്ക് ഒരു പങ്കില്ല മനുഷ്യരെ. എന്റെ അടിമയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താ? ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. 16 അധ്യായം 46 വിവരിക്കുക. ഞാൻ ഇറക്കിയ വചനം എന്റെ അടിമയാണ്. കാലിൽ നീരുകെട്ടുമാർ എന്തിനാ നിസ്കരിക്കുന്നത്? നന്ദിയുള്ള അടിമയാകാനാണ് ആയിഷ. അടിമ അടിമ അടിമ, ഉടമയല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. ഇവിടെ ഉദ്ധരിച്ചു, ഉമർ ഇബ്നു ഖത്താബിന് വല്ലാത്തൊരു വികാരം, നബി മരിക്കാൻ പാടില്ല. ആയത്ത് വരെ ഓതി തെളിവായിട്ട്, വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം വഹുൽ അസീസുൽ ഹകീം. ആയത്ത് ഓതി നബി മരിക്കാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 ആയത്ത് ഓതിയിട്ട് നിഷ്പ്രഭമാക്കി കളഞ്ഞു ഉമറിന്റെ ചിന്തയെ. എന്നിട്ട് ഉമറിനോട് അബൂബക്കർ സിദ്ദീഖ് പറയുന്നതോ, മരിച്ചോലെ പിന്നാലെ പോകുന്ന പണി ഇസ്ലാമിന് ഇല്ല ഉമറെ, ജീവിച്ചിരിക്കുന്ന റബ്ബിനെ കൊള്ള പോകുന്ന പരിപാടിയുള്ളൂ. അതാണ് ദർഗയെന്ന് തുടങ്ങിയ ഈ മൊല്ലയോടും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. മരിച്ച് കവരുടെ ഇറക്കത്തുനിന്നല്ല ജീവസുറ്റൊരു പ്രത്യേക ശാസ്ത്രവുമായി കറങ്ങേണ്ടത് എന്നാ പറഞ്ഞ ഹയ്യുല്ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത റബ്ബിനെ കൊള്ള ചെല്ലു ഉമറെ. അല്ല, ഇബാദത്ത് മരിച്ചവർക്കാണെങ്കിൽ, ഈ ജീവിച്ച് മരിക്കുന്നവർക്കാണ് ഇബാദത്തെങ്കിൽ മരിച്ചിരിക്കുന്നു മുഹമ്മദ്. മാതാ അമൃതാനന്ദബൈ മരിച്ചിട്ട് ഞാൻ അപ്പം ചിന്തിച്ചൊരു കാര്യമാണ്, ആ അമൃതാനന്ദബൈയെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു സന്യാസിക്കോ സന്യാസിനിക്കോ ഇതാ അദ്ദേഹം പിന്നെ മറ്റേ സായിബാബ മരിച്ചു, സായിബാബ മരിച്ചു, അതുകൊണ്ട് അദ്ദേഹം പടച്ചോനല്ല എന്ന് പറയാൻ ഒരു സായി ഭക്തന് സാധിച്ചോ? ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അനുയായികളെ പഠിപ്പിച്ചത് ഈ മനുഷ്യപ്രവാചകൻ ദൈവമാണെന്നല്ല. തീർന്നില്ല. ആകാശത്തിൻ്റെ ചുവട്ടിൽ പ്രതിമയില്ലാത്തൊരു മഹാനേതാവാര, ലോകത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രബല മതത്തിൻ്റെ 40 കൊല്ലം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കീഴടക്കപ്പെടുന്ന ഒരു ദർശനത്തിൻ്റെ പ്രവാചകനെ ഒരു പ്രതിമ കൊണ്ട് നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റുമോ? വേണ്ട. ഒറീസയിൽ യേശുവിൻ്റെ പ്രതിമ തകർത്തല്ലോ. പ്രതിമ ഉള്ളത് കൊണ്ടല്ലേ തകർത്തത്. അപ്പോഴല്ലേ ഹിന്ദു ക്രിസ്ത്യാനും തെറ്റിയത്. മുഹമ്മദ് നബിയുടെ പ്രതിമ പെരുമ്പാവൂർ തകർത്തു. ഹിന്ദുവും മുസ്ലിമും ഏറ്റുമുട്ടി 400 ഹൈന്ദവരും 350 മുസ്ലിങ്ങളും മരിച്ചു എന്നൊരു വാർത്ത ലോകാവസാനം വരെ ഉണ്ടാവുമോ?
ഉണ്ടാവില്ല. എന്താ കാരണം? പ്രതിമല്ല. നതസ്യ പ്രതിമാസ്തി. യജുർവേദം 32:3. യക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യേതിതം ഉപാസതേ. കേനോപനിഷത്തിന്റെ 6:7. ആകാശത്തിലെ പറവകളുടെയോ ഭൂമിയിലെ പക്ഷിമൃഗാദികളുടെയോ ആഴിയിലെ മത്സ്യങ്ങളുടെയോ ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആവർത്തന പുസ്തകം പുറപ്പാട് 20-ാം 1 മുതൽ 6 വരെയുള്ള വചനം. ബിംബാരാധനക്കെതിരെ പറഞ്ഞു. കേട്ടോ? ക്രൈസ്തവർ അംഗീകരിച്ചോ? ഹൈന്ദവർ അംഗീകരിച്ചോ? മുസ്ലിങ്ങൾ അംഗീകരിച്ചു. എന്തുകൊണ്ട്? ഒരു വ്യക്തിയെ ദൈവവൽക്കരിക്കുമ്പോ ഒരുപാട് പ്രതിസന്ധികളുണ്ട് അതുവഴി ലോകത്ത്. അതിലൊന്ന് പരസ്പരമുള്ള കലാപമാണ്. മുഹമ്മദ് നബിക്ക് പ്രതിമയില്ല എന്നത് ലോകത്തെ കലാപത്തിന്റെ എണ്ണം കുറയ്ക്കാൻ ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസത്തിന് സാധിക്കുമെന്നതിന്റെ വിവരമുള്ള ഉത്തമ ഉദാഹരണമാണ്. ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആ പ്രവാചകന് ഒരിക്കൽ പോലും ആരാധനയുടെ ഒരു തരിമ്പ് ചിന്തിക്കുന്ന ഒന്നും പ്രമാണത്തിലില്ല, പൗരോഹിത്യത്തിലുണ്ട്. അങ്ങനെ പ്രമാണത്തിലില്ല, പൗരോഹിത്യത്തിലുണ്ട്. അത് പറയുന്ന വേദിയല്ല ഇത്. അത് നമുക്ക് വേറൊരു സന്ദർഭത്തിൽ പറയാം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞതോ ആകാശഭൂമികളുടെ ദൈവത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നതെന്നാ. യാ അയ്യുഹൽ ഇൻസാൻ നഗ്റക ബിറബ്ബിക്കൽ കരീം യാ അയ്യുഹൻ നാസ് അബ്ദു റബ്ബക്കുമുല്ലദി യാ അയ്യുഹൻ നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും യാ അയ്യുഹൻ നാസ് ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ യാ അയ്യുഹൻ നാസ് കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ. 82-ാം അധ്യായം 6-ാമത്തെ വചനം. 49-ാം അധ്യായം 13-ാമത്തെ വചനം. 2-ാം അധ്യായം 23-ാമത്തെ വചനം. 2-ാം അധ്യായം 213-ാമത്തെ വചനം. എല്ലാ സ്ഥലത്തും പറഞ്ഞു, മനുഷ്യരെ നിങ്ങളുടെ ദൈവം ഒന്നാണ്, ഞാൻ ദൈവത്തിന്റെ ദൂതനാണ്. ഇത് ലോകത്ത് വലിയൊരു വിപ്ലവ. ദിവ്യത്വം ചമഞ്ഞില്ല, ദൈവികത്വം ചമഞ്ഞില്ല. ഭക്തനായി ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞു, പ്രാർത്ഥിച്ചു, സുജൂദിൽ കിടന്നു, റുക്കൂയിൽ കിടന്നു, വിങ്ങിപ്പൊട്ടി കരഞ്ഞ ഒരു ദൂതനെ ലോകം പരിചയപ്പെടുത്തുന്നു. പ്രവാചക തിരുമേനി ഈ സന്ദേശം പറഞ്ഞപ്പോ എല്ലാരെയും യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയോ? ചിന്തിക്കേണ്ട അടുത്ത പോയിന്റാണ്. പ്രവാചകൻ ഏകദൈവ വിശ്വാസം സ്ഥാപിക്കാൻ വേണ്ടി ബഹുദൈവത്വത്തിൽ അധിഷ്ഠിതമായ ആളുകളെ കൊന്നോ? അവരിങ്ങോട്ട് എതിർക്കാതെ, ഉദാഹരണത്തിന് യേശുവിനെ ആരാധിച്ച് ജീവിച്ച ക്രിസ്ത്യാനിക്ക് നേരെ ആയുധവുമായി റസൂൽ പോയോ? അബൂജഹലിന് നേരെ നബി പോയോ? വേണ്ട. ലളിതമായ ആധുനിക ഉദാഹരണം പറയാം. പശുവിനെ ആരാധിക്കുന്ന ഒരു ഹിന്ദുവിനെ, പോയിന്റാണ്, മനസ്സിൽ കുറിച്ചോ, ഒരു ഹിന്ദുവിനെ പശുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞൊരു മുസ്ലിം കൊന്ന ഒരു ചരിത്രം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടോ? പറ മുസൽമാനെ. 30-ലധികം വരുന്ന ആളുകളെ പശു ആരാധന മൂത്ത് ഭ്രാന്തായിട്ട് സംഘികൾ കൊന്നടോ ഈ ലോകത്ത്? ഇന്ത്യയില് ഒരു പശു ആരാധകനെയും മുസ്ലിങ്ങൾ ഒളിക്കന്നിട്ട് പോലും ഭീഷണിപ്പെടുത്തിയില്ലടോ. എന്നിട്ട് നിങ്ങൾ മുസ്ലിങ്ങൾ നേരെ കുതിര കയറുന്നു. ചിന്തിക്ക്, ആലോചിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അബൂജഹൽ ലാത്തയെ ആരാധിച്ചു പറഞ്ഞ നബി അദ്ദേഹത്തെ തല്ലിയിട്ടില്ല. അള്ളാനെ മാത്രം ആരാധിക്കുന്നവന് ഒട്ടകത്തിന്റെ കുടൽ മുഹമ്മദ് നബിയുടെ കഴുത്തിലിട്ടിട്ടുണ്ട്, തിരിച്ചിട്ടിട്ടില്ല. മനസ്സിലാവണുണ്ടോ? 13 കൊല്ലം, ഒരു വ്യാഴവട്ടക്കാലത്തിലധികം, ഒരു വ്യാഴവട്ടക്കാലം 12 കൊല്ലം, 13-ാമത്തെ വർഷത്തിലേക്ക് കടന്നു. അരിതേ വലാ തസ്തവിൽ ഹസനതു വലാ സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹള്ളിൻ നദീം ഫഇദാ യൻസഅന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്. 41-ാം അധ്യായം 34-35. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചു. യുദ്ധം ചെയ്തില്ല. ശരി, 13-ാമത്തെ വർഷമായപ്പോ ഹിജ്റ പോയി. എങ്ങോട്ട്? 400 കിലോമീറ്റർ അകലെയുള്ള യഥ്രിബിലേക്ക്, മദീനയിലേക്ക്. എന്തിന്? ഏകനായ പ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്കണം എന്ന കാര്യത്തിന്റെ പേരിൽ 13 കൊല്ലം ഒരു ബൗദ്ധ വിശ്വാസിയും പ്രവാചകനും കൈകാര്യം ചെയ്തില്ല. യേശുവിനെ വിളിച്ച ഒരാളെയും, ഉസൈറിനെ വിളിച്ച ഒരാളെയും, വദ്ദിനെയും സുവാഹിനെയും യഹൂസിനെയും യഹൂക്കിനെയും നസ്റിനെയും ആരാധിച്ച ഒരാളെയും അവരതിനെ ആരാധിക്കുന്നു എന്നതിന്റെ പേരിൽ പ്രവാചകന് കൈകാര്യം ചെയ്തില്ല.
ലാ ഇക്റാഹ ഫിദ്ദീൻ അൻത തുഖ്രിഹു الناس അൻ യകൂനു മുഅ്മിനീൻ ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഇന്നാ ഹദൈനാഹു السبيل ഇമ്മ ശാകിറൻ വഇമ്മ കഫൂറ വമാ അലർ റസൂലിനൽ ബലാഉൽ മുബീൻ. 24 അധ്യായം 57, 2 അധ്യായം 256, 10 അധ്യായം 99, 76 അധ്യായം 3, 18 അധ്യായം 29. മതത്തിൽ നിർബന്ധമുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാ യുദ്ധം? ബദർ എപ്പോഴാ? ആലോചിച്ചുണ്ടോ? ബാല ആലോചിച്ചിട്ടുണ്ടോ? ദേവദാസ് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇവിടുത്തെ ബാബു ആലോചിച്ചിട്ടുണ്ടോ? ശശികല ടീച്ചർ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴാ യുദ്ധം ഉണ്ടായത്? ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. രാമഭക്തന്മാരായ ഒരു സംഘത്തെ കന്യാകുമാരിയിൽ വെച്ച് പീഡിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. രാമനെ ആരാധിക്കുന്നു എന്നതിന്റെ പേരിൽ അവർ മറ്റൊരു നാട്ടിലേക്ക് 400 കിലോമീറ്റർ അകലെയുള്ള കോഴിക്കോടേക്ക്, മാറാടേക്ക്, കാപ്പാടേക്ക് ആ രാമഭക്തർ മാറി താമസിക്കുന്നു. കന്യാകുമാരിയിൽ നിന്ന് കാപ്പാട് വന്ന് അവരെ വീണ്ടും ആക്രമിക്കുന്നു. എന്തിന്റെ പേരിൽ? രാമനെ ആരാധിക്കുന്നു എന്നതിന്റെ പേരിൽ. പറയൂ, ആ രാമഭക്തർ പ്രതിഷേധിച്ചാൽ, ആ രാമഭക്തർ തിരിച്ചടിച്ചാൽ, ആ രാമഭക്തരെ കുറിച്ച് ഈ യുക്തിവാദി എക്സ് മുസ്ലിം എന്തു പറയും? നിങ്ങളിത് കേൾക്കുന്നുണ്ടാവുമല്ലോ. യുക്തിവാദിയിലെ പ്രമുഖൻ ഇന്ന് 4 മണി മുതൽ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അവനത് കൊളാക്കണതിന്. നീ ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ എറണാകുളത്ത് ഉത്തരന്. ഞാൻ നിന്നോട് ചോദിക്കാണ്, ഈ രാമഭക്തരെ കാപ്പാട് പോയി സ്വതന്ത്രമായി രാമനെ ആരാധിച്ച് ജീവിക്കാൻ സമാധാനമായി നാടും വീടും കുടുംബവും മുട്ടവരെയും ഉടയവരെയും കച്ചവടവും വിട്ടുപോയ ഒരു ജനതയെ കാപ്പാട് പോയി ആക്രമിച്ചാൽ പിന്നോനെ ഉമ്മ വെക്കാൻ ലോകത്ത് ബുദ്ധിയും കഥയും നല്ല വാപ്പാർക്ക് ജനിച്ച് ഏതെങ്കിലും ഒരു മക്കൾ അംഗീകരിക്കുമോ? ഈ മുന്നിലേക്ക് നിങ്ങൾ അംഗീകരിക്കുമോ? ഇനി ഖുർആന്റെ വചനം കേൾക്ക്. ഖുർആന്റെ വചനം കേൾക്ക്. ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഇൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ് ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ് ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. എന്താ ഇവിടെ പറയുന്നത്? ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു. ആദർശത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടത് കാരണത്താൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ ദൈവം അനുവാദം നൽകുന്നു. കേട്ടോളണം, പഠിച്ചോളണം. ആദർശത്തിന്റെ പേരിൽ 13 കൊല്ലം ക്ഷമിച്ചതിന് ശേഷം 400 മൈലുകൾക്കപ്പുറത്ത് നിങ്ങളുടെ ആദർശം സംരക്ഷിച്ച് ജീവിക്കാൻ വന്നിട്ടും നിങ്ങളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ വേട്ടയാടിയവരെ ഇനി നിങ്ങൾ കൈപിടിച്ചിട്ടില്ലെങ്കിൽ യഹൂദ ദേവാലയം നശിപ്പിക്കപ്പെടും, ക്രൈസ്തവ ദേവാലയം നശിപ്പിക്കപ്പെടും, സിനഗോഗുകൾ നശിപ്പിക്കപ്പെടും, സന്യാസി മഠങ്ങൾ നശിപ്പിക്കപ്പെടുന്ന പിന്നെ പറയുന്നത് 22 അധ്യായം 39, 40, 41 വചനം. അപാരമാണ്. 5 മണിക്കൂർ പ്രസംഗിച്ച തീരാത്ത ടോപ്പിക്കാണ് ആ 3 ഖുർആന്റെ വചനം. ലോകത്തുണ്ടായ യുദ്ധങ്ങൾ എന്തിനാ? മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, എത്യോപ്യ, അതുപോലെ ദക്ഷിണാഫ്രിക്ക, യൂറോപ്യന്മാർ, ബ്രിട്ടീഷുകാർ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് അധിപര് 3 നൂറ്റാണ്ട് ആക്രമിച്ചത് എന്തിനായിരുന്നു? 15 കോടി മനുഷ്യരെ കൊന്നവരാണ് സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ ബ്രിട്ടീഷുകാർ. സാമ്രാജ്യത്തിന്റെ അതിർവരമ്പുകൾ വെട്ടിപ്പിടിപ്പിക്കാനാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് ജീവിച്ചത്, പടയോട്ടങ്ങൾ നടന്നത്, രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചത്. മുഹമ്മദ് നബി മദീനയിൽ പോയി. എന്നിട്ട് അല്ലാഹ് പറയുന്നത് എന്താണ്? വല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആര്? അബൂജഹലാണോ? അബൂലഹബാണോ? ഇക്രിമയാണോ പുറത്താക്കപ്പെട്ടത്? അല്ല. മുഹമ്മദ് നബി, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ലാസ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എക്സെട്രാ ഇവർ പുറത്താക്കപ്പെട്ടു. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്തിന്? നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്തിന്? ലോകരം മുഴുവനും സൃഷ്ടിച്ച ഒറ്റ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കൂ, നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചതിന്റെ പേരിലല്ല, ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ. സൂറത്ത് ആലിമ്രാനിലെ അല്ലാഹ് പറയാണ്, നിങ്ങളെ പുറത്താക്കിയിടത്ത് നിങ്ങൾ അവരെ പുറത്താക്കണം. നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്തവരോട് നിങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്യണം. നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കരുത്. അതിരുവിട്ടുന്നത് മുഹമ്മദും അനുയായികളുമാണെങ്കിലും
എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന ദൈവത്തെ നിങ്ങൾ എന്തുകൊണ്ട് പഠിച്ചില്ല? സൂറത്ത് ബഖറ 2-ാം അധ്യായം 190, 191, 8-ാം അധ്യായം സൂറത്ത് അൻഫാൽ 61, 62. അതിലെന്താണ് അറിയോ? നബിയേ യുദ്ധത്തിനാണ് പോണത് കേട്ടോ. അല്ലാഹ് പറയാണ്, നബിയേ യുദ്ധത്തിനാണ്, ന്യായമാണ്, അങ്ങ് ഭരണകൂടത്തിന്റെ ഭരണാധികാരിയാണ്, ഒക്കെ റെഡിയാണ്. അവരെങ്ങാനും അടുത്ത വാചകാണ് 8-ാം അധ്യായം 61, 8-ാം അധ്യായം 61, 8-ാം അധ്യായം 61. നബിയേ അവർ കൊടുമ്പിരിക്കൊണ്ട യുദ്ധം, തെറ്റൊക്കെ അവരുടെ ഭാഗത്താ, എങ്കിലും അവർ ചായ്വ് കാണിച്ചാൽ അവിടെ വെച്ച് നീയും ചായ്വ് കാണിച്ചു കൊള്ളണം. മുമ്പ് നിന്നോട് ചെയ്തതെല്ലാം കൂടി പകയായി നുരഞ്ഞു പൊന്തി ചെയ്തേക്കരുതേ നബിയേ. അവർ ചായ്വ് കാണിച്ചാൽ അങ്ങോട്ടും ചായ്വ് കാണിക്കണം. എടുത്തോ, ഋഗ്വേദം എടുത്തോ, സാമവേദം എടുത്തോ, ഭൂമിക്ക് വേണ്ടിയും പെണ്ണിന് വേണ്ടിയും യുദ്ധം ചെയ്ത യുദ്ധത്തിന്റെ കഥ പറയുന്ന 18 അധ്യായമുള്ള ഭഗവത്ഗീത എടുത്തോ, ബൈബിൾ എടുത്തോ. ആവർത്തന പുസ്തകത്ത് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പട്ടണത്തിൽ ചെന്ന് അവിടെയുള്ളവരെ കൊന്നു തള്ളി അവിടെ സുഖിച്ച് ജീവിച്ചോളൂ എന്നാണ് ആവർത്തന പുസ്തകത്തിലുള്ളത്. എത്ര പേര് പറയുന്നു? എത്ര പേര് പറയുന്നു? ഒരാദർശത്തിന് വേണ്ടി, ഒരാശയത്തിന് വേണ്ടി ഒരു നാട്ടിൽ. ഇനി ഒന്നുകൂടി പറയേണ്ടതുണ്ട്. പലർക്കും പറയാൻ പേടിയാ. എനിക്ക് പേടിയില്ല എന്നാണ് എൻ്റെ പേടി. നിങ്ങൾക്ക് എന്ത് പേടി അറിയില്ല, നിങ്ങൾക്ക് എന്ത് പേടി എന്ന് അറിയില്ല. ഞാൻ എൻ്റെ പേടിയെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോടോ? യേശു ക്രിസ്തു ഒരു സുവിശേഷ പ്രഭാഷകനായിരുന്നു അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു ഭരണാധികാരിയുടെ കീഴിൽ, ഞാനതിന് ലളിതമായി പറയാം, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഒരു സ്റ്റേറ്റിലെ ഒരു സുവിശേഷ പ്രാസംഗികനാണ് ആരിഫ് ബിൻ സലീം എന്ന് പറയുന്ന പോലെ. ഈസാ നബിയെ ആരിഫ് ബിൻ സലീമിലേക്ക് ആക്കി എന്നല്ലോ. ഉദാഹരണം പറഞ്ഞ എന്തിനറിയോ? സമാധാനത്തിന്റെ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരാളാണ് അദ്ദേഹം എന്ന നിലയിൽ ഉദാഹരിച്ച. അതായിരുന്നു സമാധാനം, ശാന്തി, ഉപദേശം, നന്നാക്കല്. അദ്ദേഹം പറയുന്നുണ്ട്, പാപം ചെയ്തവർ കല്ലെറിയട്ടെ എന്ന് പറയും. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഈ ചുമതല ഏൽപ്പിച്ചിട്ടില്ല, എന്നെ സുവിശേഷം പറയാനേ ഏൽപ്പിച്ച്. അതാ സ്ത്രീയെ വിളിച്ചുകൊണ്ട് ഞാൻ പറയും. അത് പറയും ചെയ്തു, ബൈബിൾ പറയാണ്. പക്ഷെ ഇവിടെ ഭരണാധികാരി ഉണ്ട്, അവിടെ കട്ടവരെ കൈമുറിക്കലോ വ്യഭിചരിച്ചത് ശിക്ഷടപ്പാക്കലോ എന്റെ പണിയല്ല. എന്നാൽ മുഹമ്മദ് നബി ആരാന്നും കൂടി നിങ്ങൾ അറിയണം. മുഹമ്മദ് നബിയെ കുറിച്ച് തോമസ് കാർലൈൻ പറഞ്ഞ അദ്ദേഹം ഭരണാധികാരിയായിരുന്നു. ഒരു നാട്ടിൽ വരുന്നു, അവിടെയുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും മജൂസികളും ഒക്കെയായി കരാറുണ്ടാക്കുന്നു. ഒരു രാഷ്ട്രത്തിന്റെ നായകനാകുന്നു. ആ രാഷ്ട്രത്തിന്റെ നായക പദവിയിൽ അദ്ദേഹം ഇരിക്കുന്നു. ആ നായക പദവിയിൽ ഇരിക്കുമ്പോ ആ നാട്ടിൽ സമാധാനം ഉണ്ടാക്കേണ്ട ചുമതല അദ്ദേഹത്തിനാണ്. ആഭ്യന്തര യുദ്ധമുണ്ടാക്കുന്നവരും കരാർ ലംഘിക്കുന്നവരും മതത്തിന്റെ പേരിൽ കൊല്ലുന്നവരെയും ഒക്കെ പിടിച്ചു കെട്ടേണ്ട ബാധ്യത ആർക്കുള്ളത്? ഒരു ഉദാഹരണം, പെട്ടെന്ന് കുറുക്കിക്കൊള്ളുന്ന ഉദാഹരണം. കാക്കി ട്രൗസർ ധരിച്ച് ഗുജറാത്തിന്റെ RSS ശാഖയിൽ നരേന്ദ്രമോദി എന്ന പയ്യൻ ജീവിച്ചപ്പോ അദ്ദേഹത്തിന് അധികാരമല്ല. എന്നാ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായാലോ അധികാരമുണ്ട്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ പാകിസ്ഥാൻ ഗുജറാത്തിനെ അടിക്കുമ്പോ കയ്യും കെട്ടി നോക്കിന്നാലോ? അപ്പൊ പറയും ആണും പെണ്ണും കെട്ട മുഖ്യമന്ത്രി. അത് പറയിപ്പിക്കലാണോ ബെറ്റർ, അല്ല അവിടെ എടുക്കേണ്ട നടപടി എടുക്കലാണോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയോടോ ചൈന ഇന്ത്യയോടോ ഒരു അതിക്രമം കാണിക്കുമ്പോ കയ്യും കെട്ടി നിൽക്കുന്ന ഒരാൾ ഭരണാധികാരിയാണോ? പറ, ആൺകുട്ടികളെ പറ, യുവാക്കളെ നിങ്ങൾ പറ. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയിലല്ലാതെ സുവിശേഷ പ്രാസംഗികൻ എന്ന കാലഘട്ടം, അധികാരമില്ലാത്ത കാലത്ത് അധികാരം എന്തിന്? സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഈ ബർണാഡ് ഷാ, വൈരൂപ്യനായ ബർണാഡ് ഷാ, ജ്ഞാനം കൊണ്ട് സൗന്ദര്യം ജ്വലിച്ച ബർണാഡ് ഷാ പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് സമാധാനം ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ ലോകരാഷ്ട്രം ക്ഷണിക്കുകയാണെങ്കിൽ അത് മുഹമ്മദിനെ ക്ഷണിക്കണം. അദ്ദേഹം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കി തരും. ആ നബിയെ കുറിച്ചാണ് യുദ്ധക്കൊതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പരിശോധിക്കാം. ഒരു യുദ്ധത്തിൽ ലോകത്ത് എത്രയോ യുദ്ധം നടന്നിട്ടുണ്ടല്ലോ, എത്രയോ യുദ്ധം ലോകത്ത് നടന്നിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് ഗൗരവമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. യുദ്ധത്തിൽ പോകുമ്പോ വയ്യാലെ പോവുക, സഹാബത്തിന്റെ അനുചരന്മാരുടെ വയ്യാലെ പോവുക. അങ്ങനെ പോയിട്ട് അവരോട് പറയുന്ന കാര്യം എന്തറിയോ? അവരോട് പറയുന്ന കാര്യം ഇതാ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും മാർഗത്തിൽ അവർ കാണിച്ച വഴിയിൽ എന്നിട്ട് പറയുന്നത് എന്തറിയോ? കുട്ടികളെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്, പിന്നെ സ്ത്രീകളെ കൊല്ലരുത്, മഠാധിപതികളെ കൊല്ലരുത്, സന്യാസി മഠങ്ങൾ നശിപ്പിക്കരുത്.
ജലതടാകങ്ങൾ തകർക്കരുത്, ഉൽപ്പന്നങ്ങൾ പറിക്കപ്പെടുന്ന കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത്, ഫലങ്ങൾ നൽകുന്ന വൃക്ഷങ്ങൾ. ലോകത്ത് എത്ര യുദ്ധം നടന്നിട്ടുണ്ട്? 2 ലോകമഹായുദ്ധങ്ങൾ നടന്നില്ലേ? ജോസഫ് സ്റ്റാലിന്റെ കീഴിൽ റഷ്യൻ വിപ്ലവത്തിൽ, അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൽ, ലോക യുദ്ധങ്ങളിൽ, ഹിറ്റ്ലറിന്റെ യുദ്ധങ്ങളിൽ ലക്ഷക്കണക്കിന് 60 ലക്ഷത്തോളം ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നപ്പോ കാരുണ്യമുണ്ടായിരുന്നു അവിടെ? ഒരു കൂട്ടം കുട്ടികൾ കൊല്ലപ്പെട്ട് കണ്ടു. ചുവന്നു തുടുത്ത മുഖവുമായി പ്രവാചകൻ ചോദിച്ചു, ആരാ ഇത് ചെയ്തത്? അപ്പൊ അവര് ചോദിച്ചു, നബിയെ അത് ബൗദ്ധൈവ വിശ്വാസികളുടെ കുട്ടികളല്ലേ? ബൗദ്ധൈവ വിശ്വാസികളുടെ കുട്ടികളല്ലേ? നബി പറഞ്ഞു, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. ജനിക്കുന്ന കുട്ടികളൊക്കെ പാപികളാണെന്ന് പറയുന്ന ഷൗലിന്റെ സെന്റ് പോളിന്റെ സിദ്ധാന്തവും ജനിക്കുന്ന, അതായത് സി രവിചന്ദ്രൻ എന്ന് പറയുന്ന യുക്തിവാദിക്ക് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി പരിശുദ്ധനാണെന്ന് പറയുന്ന റിച്ചാർഡ് ഡോക്കിൻസിന്റെ മകൻ പരിശുദ്ധനാണെന്ന് പറയുന്ന ഈ പ്രവാചകൻ, കുട്ടികളൊക്കെ പരിശുദ്ധരാണ്, കൊല്ലരുതേ എന്ന് ലോകത്തെ പഠിപ്പിച്ച ഈ പ്രവാചകൻ സ്ത്രീകളെ കൊല്ലപ്പെട്ട് കണ്ടപ്പോ, ആരാണ് ഈ സ്ത്രീകളെ കൊന്നത്? നിങ്ങൾക്ക് ഞാൻ താക്കീത് തന്നിട്ടില്ലേ എന്ന് ചുവന്നു തുടുത്ത മുഖവുമായി കോപാകുലനായി ചോദിച്ച പ്രവാചകനിൽ കാരുണ്യമല്ലാതെ, ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ ഈ ദൂതനെ അയച്ചിട്ടില്ല. ഖുർആനിന്റെ 33-ാം അധ്യായം 21-ാമത്തെ വചനം ഈ പ്രവാചകനെ ലോകത്തെ, വിശുദ്ധ ഖുർആനിൽ 21-ാം അധ്യായം 107-ാമത്തെ വചനം ഈ പ്രവാചകനെ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ അയച്ചിട്ടില്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃക ഈ പ്രവാചകനിലുണ്ട്. 33-21. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം. 68-ാം അധ്യായം 4 ബുഇസ്തുലി ഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവൻ. 1-ാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം. അതിനു മുമ്പുള്ള ഒരു ചെറിയ ചരിത്രം 2 മിനിറ്റ് എടുത്ത് പറഞ്ഞുകൊള്ളട്ടെ. പ്രവാചക തിരുമേനിയെ ഷൈബ് അബി ത്വാലിബ് മലയിൽ 3 വർഷം ശത്രുക്കൾ ഗരാവോ ചെയ്തു. പിഞ്ചുപൈതങ്ങൾ പൈതാഹത്താൽ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ കേട്ട് ഖുറൈശികൾ പൈശാചികമായി പൊട്ടിച്ചിരിച്ചു. കാലചക്രം കറങ്ങി. മദീനയുടെ ഭരണകൂടത്തിലെ ചുക്കാൻ പിടിച്ച കാലത്ത് ഈ അക്രമികൾ, ഈ പരാക്രമികൾ 3 കൊല്ലം ഷൈബ് അബി ത്വാലിബ് മലയിൽ നബിയെ ഗരാവോ ചെയ്തവർ പട്ടിണി കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവർക്ക് വയറ് നിറയെ ഉണ്ണാനുള്ള ഭക്ഷണം അനുയായികളുടെ കയ്യിൽ കൊടുത്ത് മധുരോധാരമായി പ്രതികാരം തീർത്ത പ്രവാചകൻ. അല്ലാഹു എന്ന് പറഞ്ഞൊരു കവിത ഉണ്ട്, വള്ളത്തോൾ നാരായണ മേനോന്. അല്ലാഹു എന്ന് പറഞ്ഞ കവിത അത് എഴുതിയത് എപ്പോഴറിയോ? നബിയുടെ കഴുത്തിലേക്ക് വാൾത്തലപ്പ് കുത്തിവെച്ച് നിന്നെ ആര് രക്ഷിക്കും എന്ന ചോദ്യത്തിന് അല്ലാ, മമ്പർന്നങ്ങളല്ല, സി എം മടവൂരെന്നല്ല, യേശു എന്നല്ല, ജിബ്രീൽ എന്നല്ല, അല്ല രക്ഷിക്കും. വാള് താഴെ വീണു. വാള് തിരിച്ചെടുത്ത് കണ്ടത്തിൽ കുത്തി ചോദിച്ചു, നിന്നെ ആര്? മുഹമ്മദേ, നീ എന്നെ വിടാതല്ലാതെ എനിക്ക് രക്ഷയില്ല. ഈ സന്ദർഭത്തെ പുരസ്കരിച്ചാണ് അല്ലാഹു എന്ന കവിത എഴുതിയത്. യമാമക്കാരുടെ രാജാവ് സുമാമ നബിയെ കൊല്ലാൻ വന്നു. മദീനത്തെ തൂണിൽ സ്വഹാബത്ത് അറിയാതെ പിടിച്ചു കെട്ടി. നബി അവരുടെ ചെവിയിൽ ചോദിച്ചു, ആരായത് എന്നറിയുമോ? യമാമക്കാരുടെ രാജാവ് എന്നെ കൊല്ലാൻ വന്നതാ, ഒരു പ്രതികാരവും ചെയ്യരുത്, മാന്യമായി പെരുമാറണം. നബിയെ കൊല്ലാൻ വന്ന രാജാവിനെ 5 ദിവസം നബി റൊട്ടിയും, നബി ഭാര്യമാരോട് പറഞ്ഞു, ചപ്പാത്തി ചുടണം. ഒരു അതിഥിയുണ്ട്, ഒരു രാജാവുണ്ട്, അയാളെ മാനിക്കണം. 5 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തോട് 3-ാം നാൾ ചോദിക്കുന്നുണ്ട്, ഇസ്ലാം ആവണുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. 5-ാം നാൾ വിട്ടയച്ചു. തടാകത്ത് പോയി കുളിച്ച് അദ്ദേഹം വന്നു. നബിയുടെ ഷഹാദത്ത് കലിമയേറ്റ് ചൊല്ലി ഇസ്ലാമായി. അന്ന് യമാമക്കാരുടെ രാജാവ് സുമാമ പറയുന്നൊരു വാക്കുണ്ട്, കേട്ടോളൂ നിങ്ങൾ യുക്തിവാദികളെ, നിങ്ങൾ കേട്ടോളൂ. അദ്ദേഹം പറയും, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം ഞാൻ ഈ മദീനയിലേക്ക് വരുമ്പോ അങ്ങുന്നിന്റെ മുഖമായിരുന്നു. ഇന്ന് ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം അങ്ങയുടേതാണ്. ലോകത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഏറ്റവും വെറുപ്പ് ഇസ്ലാമിനോടായിരുന്നു. ഇന്ന് ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇസ്ലാമിനോടാണ്. ലോകത്ത് എനിക്ക് ഏതെങ്കിലും ഒരു പട്ടണത്തോട് വെറുപ്പുണ്ടെങ്കിൽ അത് അങ്ങയുടെ പട്ടണമായ മദീനയോടാണ്. ഇന്ന് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഈ മദീനയോടാണ്. എന്തുകൊണ്ട്? സംസ്കാര സമ്പന്നതയുടെ പർദീസയിലേക്ക് ലോകത്തെ കൈപിടിച്ചുയർത്തിയാളാ. സുബൈ നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നിന്ന് പ്രവാചകൻ ചോദിച്ചൊരു ചോദ്യം, ജാഹിലിയത്തിന്റെ കഥ പറയാനുണ്ടോ? അപ്പൊരാൾ പറഞ്ഞു, ഞാൻ എന്റെ പൊന്നുമോളെ ജീവനോടെ കുഴിച്ചു മൂടി എന്റെ ജാഹിലിയത്തിൽ 81:8-9 വചനം. ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട
ഒരു പെണ്ണിനെ ജീവനോടെ കുഴിച്ചു മൂടിയ കാലത്തിൽ നിന്ന് 3 പെൺകുട്ടി ഉണ്ടാവുകയും അവരെ സംരക്ഷിക്കുകയും അവർക്ക് വിജ്ഞാനം പകരുകയും സുരക്ഷിത കരങ്ങളിൽ അവരെ ഏൽപ്പിക്കുകയും ചെയ്താൽ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കുക വഴി പെണ്ണിന്റെ സ്ഥാനം ഉയർത്തി. ആധുനിക ജർമ്മനി പഠിച്ചോ? അവിടെ സ്ത്രീകൾ ക്രിസ്ത്യാനികൾ പ്രസവിക്കുന്നത് കുറവാ. എന്താ കാരണം? പെണ്ണിനാണ് ചുമതല. സമ്പത്ത് അവൾ ചെലവഴിക്കണം, ഗർഭകാലഘട്ടത്തെ ചെലവ് അവൾ വഹിക്കണം, പ്രസവ കാലഘട്ടത്തെ ചെലവ് അവൾ വഹിക്കണം, മുലകുടിയുടെ ചെലവ് അവൾ വഹിക്കണം. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഗർഭം ധരിക്കുന്നില്ല ജർമ്മനിയിൽ. കാരണം സ്ത്രീക്കാണ് ആ ചുമതല. ഇസ്ലാം അത് പുരുഷന്റെ മേലെ സംരക്ഷിച്ചു. അവൾ ഏതായിരുന്നാലും ഗർഭം ധരിക്കുന്നുണ്ടല്ലോ, പ്രസവിക്കുന്നുണ്ടല്ലോ, അവളെ ബുദ്ധിമുട്ടിക്കരുത്. പറ സഹോദരിമാരെ, ഇസ്ലാം നബി ആരുടെ കൂടെയായിരുന്നു? ഹജ്ജത്തുൽ വിദാഇലെ വിടവാങ്ങൽ പ്രസംഗത്തിൽ സ്ത്രീകളുടെ കാര്യം ശ്രദ്ധിക്കണം. അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവരാവർ. അവരെ മുഖത്തടിക്കരുത്. അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, അവർക്ക് നിങ്ങൾ പാർപ്പിടം ഒരുക്കണം, അവർക്ക് നിങ്ങൾ സുരക്ഷിതത്വം ഒരുക്കണം, അവർക്ക് നിങ്ങൾ തിന്നാൻ കൊടുക്കണം എന്ന് പഠിപ്പിക്കുക വഴി സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള അധ്യായം പഠിപ്പിച്ചു പ്രവാചകൻ. പ്രാപത്തിൽ കയറി പ്രാവിനെ പിടിച്ചു കൊണ്ടുവന്നവരോട് നബിയെ സന്തോഷിപ്പിക്കാൻ അവർ കൊണ്ടുവന്നത് കൊണ്ടുപോയി കൊടുക്കൂ. തള്ളപ്പക്ഷി കുഞ്ഞിനെ കണ്ട് സന്തോഷിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഖൈർ എന്ന് പഠിപ്പിച്ചു ദൂതൻ. നായിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു ദൂതൻ. വാഹനത്തിന്റെ പിന്നിൽ കെട്ടി വലിക്കാൻ ആ ദൂതൻ പഠിപ്പിച്ചിട്ടില്ല. രവീന്ദ്ര, നീ ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടില്ല. പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ ഒരു സ്ത്രീക്ക് എന്തുണ്ടെന്നാ പറയുന്നത്? നരകമുണ്ടെന്നാ പറയുന്നത്. നിന്റെ കിണറിലെ വെള്ളം അയൽവാസിക്ക് നിഷേധിച്ചാൽ ദൈവം നിന്നോട് മിണ്ടൂല എന്നാ പറയുന്നത്. തൊഴിലാളിയുമായി കരാറുണ്ടാക്കാൻ പറഞ്ഞു. ഓവർ ടൈം ജോലി ചെയ്താൽ കൂലി കൂട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞു. വേർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് പറഞ്ഞു. നിന്റെ കീഴിൽ സ്ഥിരം ജോലി ചെയ്യുകയാണെങ്കിൽ നീ ധരിച്ച പോലെ വസ്ത്രം ധരിപ്പിക്കണമെന്ന് പറഞ്ഞു. നിന്റെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. പറ്റുമെങ്കിൽ നിന്റെ കൈ കൊണ്ട് ഒരു ഉരുള കൊടുക്കണമെന്ന് പറഞ്ഞു. ലോകത്തേത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്? വഴിയിൽ നിന്ന് മാർഗദർശനം നീക്കാൻ പഠിപ്പിച്ചു. മനുഷ്യരുള്ള ബാധ്യതകളെ പഠിപ്പിച്ചു. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുന്നു പറഞ്ഞു. ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ വീട്ടിൽ യുദ്ധാനന്തരം കടന്നു എന്ന് അവിടുത്തെ മക്കളുടെ ശിരസിലൂടെ തടവി. അവരുടെ നെറ്റിത്തടത്തിലേക്ക് പ്രവാചകന്റെ കണ്ണുനീർ വീണു. 3-ാം നാളും ആ വീട് സന്ദർശിച്ചു. ആ മക്കളെ തല മുടിവെട്ടാൻ വേണ്ടി ബാർബറെ ഏൽപ്പിച്ചു. ആ മക്കളുടെ കാര്യത്തിൽ സുരക്ഷിതത്വം ഉണ്ടാക്കി. തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രാണപ്രേയസികളുടെ കൂടെ 14 അനാഥ മക്കൾ ഉണ്ടായിരുന്നു അവരുടെ പൂർവിക ഭർത്താക്കന്മാരിൽ. ആ 14 അനാഥ മക്കളെയും തന്റെ മക്കളെ പോലെ പോറ്റി ലോകഗുരു. തന്റെ മകൻ മരിച്ച് അന്ന് സൂര്യഗ്രഹണം ഉണ്ടായപ്പോ അന്ധവിശ്വാസം ഒളിച്ചു കടത്താൻ ശ്രമിച്ചവരോട് സൂര്യനും ചന്ദ്രനും അള്ളാന്റെ ദൃഷ്ടാന്തമാണ്. ഒരു നബി മകൻ മരിച്ചത് കൊണ്ട് ഒന്നുകൂടെ ഉണ്ടാവില്ലായിരുന്നു. ആത്മീയ തട്ടിപ്പിന്റെ ആ വേരുകൾ പ്രവാചക തിരുമേനി അടച്ചു കളഞ്ഞു. കല്യാണ വീട്ടിലേക്ക് കയറി ചെന്നു. എന്ന പാട്ട് പാടിയപ്പോ നാളെയുടെ കാര്യം അറിയുന്ന ആള് ഞാനല്ല എന്ന് തിരുത്തി കൊടുത്ത പ്രവാചകൻ ഇന്നത്തെ പൗരോഹിത്യത്തിന് കനത്ത പ്രഹരമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത്. നരകത്ത് പോകുന്ന ആളുകളെ പറ്റി വിശദീകരിച്ചപ്പോ ആയിഷ അന്നാറു ഹഖ്കുൻ യാ ആയിഷ അൽ ജന്നത്തു ഹഖ്കുൻ യാ ആയിഷ. ആയിഷ, നരകത്തിൽ പോകുന്ന ഒരു കൂട്ടർ ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണ്. രണ്ടാമത്തെ കൂട്ടർ താമുൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാത്തവരാണ്. അറൈതല്ലദി യുകദ്ദിബു ബിദ്ദീൻ ഫദലികല്ലദി യദ്ഖുൽ യതീം. അനാഥയെ ആട്ടിക്കളയുന്നവർ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാത്തവന് മതനിഷേധി എന്ന്, അയൽവാസിക്ക് വേണ്ട തൂമ്പ കൊടുക്കാത്തവൻ മതനിഷേധി എന്ന് പഠിപ്പിച്ച മാനവികതയുടെ കാവലാൾ അതായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയിൽ നിന്നാണ് സഹാബത്ത് പാഠം ഉൾക്കൊണ്ടത്. ക്രിസ്ത്യാനിയുടെ വീട് പൊളിച്ച് പള്ളി വികസിപ്പിച്ചപ്പോ അറിഞ്ഞ ഖലീഫ ഉമർ ആ പള്ളിയുടെ ഭാഗം പൊളിച്ച് ക്രിസ്ത്യാനിക്ക് വീട് വെച്ചു കൊടുത്തതും ആ നബി പഠിപ്പിച്ച അധ്യാപനം അനുസരിച്ചാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് എന്ന താബികളുടെ പ്രഗൽഭനായ പണ്ഡിതൻ പെരുന്നാൾ ദിവസം 2 കൂട്ടം ഡ്രസ് വാങ്ങി അയൽവാസിയായ ജൂതന് കൊടുത്തതും ഈ നബി പഠിപ്പിച്ച തത്വശാസ്ത്രം അനുസരിച്ചാണ്. അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മുസ്ലിമിന്റെ വീട്ടിലെ മരം അയൽവാസിക്ക് ശല്യമാണെങ്കിൽ അത് മുറിച്ചു കൊടുത്താൽ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചതും ആ വിശ്വാചാര്യനാണ്. ഒരാളുടെ അഭിമാനത്തിനും ക്ഷതമേൽപ്പിക്കരുതെന്നും ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. പരിശുദ്ധ കഅബയുടെ പരിപാവനത്വം, ദുൽഹജ്ജിന്റെ പരിപാവനത്വം, ദുൽഹജ്ജ് 9ന്റെ പരിപാവനത്വം, ഇതിനേക്കാൾ പരിപാവനമാണ്
ശ്രേഷ്ഠമാണ് നിങ്ങളുടെ രക്തവും അഭിമാനവും നിങ്ങളുടെ സമ്പത്തും എന്ന് ലോകത്തെ പഠിപ്പിച്ചു. അകാരണമായൊരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്ന കൊലയാളിയാണ് എന്ന് 5-ാം അധ്യായം 32 പഠിപ്പിച്ചു. മാതാപിതാക്കളോട് ചേ എന്ന് പഠിപ്പിക്കരുത് എന്ന് 2-ാം അധ്യായം 82-ലും 4-ാം അധ്യായം 36-ലും 6-ാം അധ്യായം 161-ലും വിശുദ്ധ ഖുർആനിലെ 46-ാം അധ്യായത്തിന്റെ 15-ലും 31-ാം അധ്യായത്തിന്റെ 15-ലും മാതൃത്വത്തിന്റെ മാത്രം പഠിപ്പിച്ചു. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപമെന്നും മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്നും ലോകത്തെ പഠിപ്പിച്ചു. ഇങ്ങനെ ജീവിതത്തിന്റെ സകലമാന മണ്ഡലങ്ങളിലേക്കും വെളിച്ചം വീശിയ വിശ്വാചാര്യൻ, ലോകം വാഴ്ത്തിയ വിശ്വാചാര്യൻ, ലോകം പുകഴ്ത്തിയ വിശ്വാചാര്യൻ, പടച്ചവൻ നമുക്ക് തിരഞ്ഞെടുത്ത പ്രവാചകൻ അവസാനിപ്പിക്കുമ്പോൾ ഗൗരവപ്പെട്ട ഒരു താക്കീതോടെ ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും. യുക്തിവാദികളോട്, നിരീശ്വരവാദികളോട്, കാസാക്കുട്ടന്മാരോട്, അനിലയ്യപ്പന്മാരോട്, സബാസ്റ്റ്യൻ പുന്നക്കലിനോട് ജീവിതം തൊലച്ചു കളയരുത്. ഏതൊരു മുഹമ്മദ് നബിയെ ഏതൊരു ദൈവമാണോ തെരഞ്ഞെടുത്തത്, ഏതൊരു യേശു ക്രിസ്തുവാണോ ആ നബിയെ വാഴ്ത്തിയത്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരില്ല, അക്കാര്യസ്ഥൻ വന്നാൽ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, സത്യത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സമ്പൂർണമായി നിങ്ങളെ പഠിപ്പിക്കും. അങ്ങനെയൊരു പ്രവാചകനാണ് മുഹമ്മദ് നബി. നിഷേധിച്ച് തള്ളി അദ്ദേഹത്തെ ചീത്ത പറഞ്ഞ് അദ്ദേഹത്തെ മോശക്കാരൻ അവതരിപ്പിച്ചാൽ നശിക്കുന്നത് നിങ്ങളാണ്, തകരുന്നത് നിങ്ങളാണ്. നിങ്ങൾ വിരൽ കടിക്കേണ്ടി വരും. അന്ന് നിങ്ങൾ പറയും യാ വൈലത്താ ലൈതനി. എത്ര വലിയ നിഷേധിയും പറയും ഞങ്ങൾ ഇന്നാലെന്ന കൂട്ടുകാരനെ പിൻപറ്റി ആ റസൂലിനെ പിന്തുടർന്നില്ല എന്ന് നിങ്ങൾ വിലപിക്കുന്ന ഒരു ലോകം വരും. യുക്തിവാദികളോട്, നിരീശ്വരവാദികളോട്, ഇതുപോലെയുള്ള ചിന്തകരോട് ഞങ്ങൾക്ക് പറയാനുള്ളതാണ്. മുസ്ലിം പെൺകുട്ടികളോട് നിങ്ങൾ ആ പ്രവാചകനെ പറ്റി പഠിച്ചിട്ടില്ല, നിങ്ങൾ പഠിക്കാൻ സന്നദ്ധരാകണം.